പറഞ്ഞു എന്താണ്? മുതലയുടെ ശരീരത്തിൽ ഹാർട്ടിൽ എത്ര അറകളുണ്ട്? മുതലയുടെ ശരീരത്തിൽ ഹാർട്ടിൽ എത്ര അറകളുണ്ടെന്ന് ചോദിച്ചാല് മുതലയുടെ ശരീരത്തിൽ എത്ര ഉണ്ട്? 4. അതുപോലെ തന്നെ പക്ഷികളുടെ ശരീരത്തിൽ ഹാർട്ടിൽ എത്ര അറ ഉണ്ടെന്ന് ചോദിച്ചാല് 4. പക്ഷികളുടെ ശരീരത്തിൽ ഹാർട്ടിൽ എത്ര അറ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 4. ഇനി മനുഷ്യന്റെ ശരീരത്തില് ഹാർട്ടിൽ എത്ര അറയുണ്ട്? 4. മനുഷ്യന്റെ ശരീരത്തിൽ ഹാർട്ടിൽ എത്ര അറയുണ്ടെന്ന് ചോദിച്ചാൽ 4. അപ്പൊ ഇത് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പല ക്ലാസ്സുകളിലും പലതും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് ഓർമ്മിച്ച് വെക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാം അറിയാം, നമ്മുടെ ജോസ് പ്രകാശ് എന്ന് പറഞ്ഞ സിനിമയുടെ വില്ലൻ അല്ലേ? സിനിമ വില്ലനാണ് ഈ ജോസ് പ്രകാശ്. അപ്പൊ ആ പുള്ളി മുതലയാണ് പുള്ളിയുടെ മെയിൻ ഐറ്റം. മുതല എല്ലാരെയും പിടിച്ച മുതല കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കൂ വില്ലന്മാര്. അതായത് ഈ പുള്ളി എതിർക്കാൻ വരുന്ന ആൾക്കാരെ പിടിച്ച് മുതല കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ ജോസ് പ്രകാശിനുള്ളത് അല്ലെ? അപ്പോ മുതലയും ഈ ജോസ് പ്രകാശ് ഒരു കയ്യിൽ മുതലയെ പിടിച്ചിരിക്കുകയാണ്. ജോസ് പ്രകാശ് ഒരു കയ്യില് മുതലയെ പിടിച്ചേക്കാണ്, മറ്റേ കയ്യില് പരുന്തിനെ പിടിച്ചേക്കാണെന്ന് ചിന്തിക്കുക. വില്ലന്മാരാകുമ്പോ പരുന്തിനേക്കാണല്ലോ കൂടുതലും കൊണ്ടു നടക്കുന്ന ഒരു വെറൈറ്റിക്ക്. അപ്പൊ ഒരു കയ്യില് മുതലയും മറ്റേ കയ്യില് പരുന്തിനെയും പിടിച്ചേക്കാണ് അല്ലെ? അപ്പൊ പരുന്ത് ഒരു പക്ഷിയാണ്. വലത്തെ കയ്യിൽ പരുന്ത് ഇരിപ്പുണ്ട്, ഇടത്തെ കയ്യിൽ മുതല ഇരിപ്പുണ്ട്, നടുക്കു നിൽക്കുന്നത് ജോസ് പ്രകാശ് ഒരു മനുഷ്യനാണ് അല്ലെ? ഇവർക്ക് 3 പേർക്കും ഹൃദയത്തിൽ അറ എത്രയാണ്? 4. ഇവർക്ക് 3 പേർക്കും ഹൃദയത്തിൽ എത്രയാണ് അറ? 4. അപ്പൊ മുതല, മനുഷ്യനായ ജോസ് പ്രകാശ്, പിന്നെ പക്ഷിയായ പരുന്ത്, ഇവയ്ക്ക് 3 പേർക്കും ഹൃദയത്തിൽ അറ എത്രയാണെന്ന് ചോദിച്ചാൽ 4. ഇനി അടുത്ത ചോദ്യം PSCക്ക് ഇഷ്ട ചോദ്യമാണ്. മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര? PSCയുടെ ഇഷ്ട ചോദ്യമാണ്. മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര? ഓക്കെ, മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ മത്സ്യം മലയാളത്തിൽ എഴുതുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുക. മത്സ്യത്തിന് വരെ മീൻ എന്ന് എഴുതുക. മനസ്സിലായില്ലേ? മത്സ്യത്തിന് വരെ എന്ത് എഴുതുക? മീൻ എന്നങ്ങ് എഴുതുക. അങ്ങനെ മീൻ എന്ന് എഴുതി കഴിയുമ്പോൾ അതിൽ 2 അക്ഷരം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. മീൻ, മായും നായും. അപ്പോ മീൻ. അപ്പൊ അതിനകത്ത് 2 അക്ഷരം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. മത്സ്യം അല്ലെങ്കിൽ മീൻ, ആ മീനിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യം, നെല്ല് വർഷം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേ പറ്റുള്ളൂ. നെല്ല് വർഷം, അന്താരാഷ്ട്ര നെല്ല് വർഷം. അപ്പൊ നിങ്ങൾ ഈ LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കംപ്ലീറ്റ് ഈ വർഷങ്ങൾ, UN അന്താരാഷ്ട്ര വർഷങ്ങൾ, ഒരു 2000 തൊട്ട് 2025 വരെ ഉള്ളതും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ അത് അത്യാവശ്യം പറഞ്ഞു പോവാം. ക്ലാസ് അത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിന്റെ ഇത് ഷെയർ ചെയ്തേക്കാം, പിന്നീട് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, എന്തായാലും ഈ നെല്ല് വർഷം ഞാൻ പറഞ്ഞുതരാം. നെല്ല് വർഷം 2004 ആണ്. നെല്ല് 2004. അത് എളുപ്പമാണ് പഠിക്കാൻ. നെല്ല് എന്ന് മലയാളത്തിൽ എഴുതുമ്പോഴത്തേക്കും നായും ലായും 2 അക്ഷരം, നായും ലായും എന്ന 2 അക്ഷരങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ നായും ലായും അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 4 എന്ന് പറയുന്ന അക്ഷരത്തില് 4 എന്ന് പറയുന്ന ആ ഒരു നമ്പർ കിട്ടും. 2004. ഓക്കെ, അപ്പൊ നെല്ല് എന്ന് എഴുതുമ്പോ നായും ലായും എന്നുള്ള 2 അക്ഷരങ്ങളാണ് നമ്മൾ മലയാളത്തിലെ അക്ഷരങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് നായും ലായും വെച്ച് തന്നെ എന്ത് ചെയ്യാം? 2004 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സമയം 9 ആയോ? 9 ആയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, സമയം 9 ആയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. 1 സെക്കൻഡ്, ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണെന്നറിയാമോ? ചെവിയാണ്. ഓക്കെ, ചെവിയാണ്. ഈ ചെവി എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചെവിയാണ്. ഓക്കെ, ചെവിയെ പറ്റിയുള്ള പഠനം എന്താണ്? ഓട്ടോളജി. ചെവിയെ പറ്റിയുള്ള പഠനം എന്തെന്ന് ചോദിച്ചാൽ അതെന്താണ്? ഓട്ടോളജി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. ചെവിയെ പറ്റിയുള്ള പഠനം ഓട്ടോളജി. അങ്ങനെയാണെങ്കിൽ കേൾവിയെ പറ്റിയുള്ള പഠനം എന്തെന്ന് ചോദിച്ചാൽ അതെന്താണ്? ഓഡിയോളജി. കേൾവിയെ പറ്റിയുള്ള പഠനം എന്തെന്ന് ചോദിച്ചാൽ അതെന്താണ്? ഓഡിയോളജി. കേൾവിക്കാരായിരിക്കുന്ന വ്യക്തികളാണ് ഓഡിയൻസ് അല്ലെ? കേൾവിക്കാരായിരിക്കുന്ന വ്യക്തികളാണ് ഓഡിയൻസ്. അപ്പൊ ചെവിയെ പറ്റിയുള്ള പഠനം ഓട്ടോളജി ആണെങ്കിൽ കേൾവിയെ പറ്റിയുള്ള പഠനമാണ് ഓഡിയോളജി.
ഓക്കെ, അതാ ഇങ്ങോട്ട് നോക്കിയേ, ഇതാണ് ചെവി. ചെവിയുടെ പുറത്ത് കാണുന്നത് നോക്കിയേ, ചെവിയുടെ പുറമേ ഭാഗത്ത് കാണുന്നതാണ് ഔട്ടർ ഇയർ. ഔട്ടർ ഇയർ, ഈ ഔട്ടർ ഇയറില് ഒരു മിനിറ്റ്, ചെവിയുടെ പുറമേ കാണുന്നതാണ് ഔട്ടർ ഇയർ. ഓക്കെ, ചെവിയുടെ പുറമേ കാണുന്നതാണ് ഔട്ടർ ഇയർ. ഈ ഔട്ടർ ഇയറിന്റെ ഭാഗങ്ങളാണ് ഏതൊക്കെ? ചെവിക്കൂട, ഈ നമ്മുടെ ചെവിയുടെ പുറത്തെ സ്ഥലമില്ലേ, നമ്മുടെ ചെവിയുടെ പുറത്തിരിക്കുന്ന ഭാഗമില്ലേ, അതാണ് ഔട്ടർ ഇയറിന്റെ ഭാഗം. ഓക്കെ, ഇതാ നോക്കിക്കേ, ഇതാ ഈ ഇരിക്കുന്നുണ്ടോ ഈ ചുവന്ന പോർഷൻ, ചുവപ്പല്ല, ആ സ്കിന്നിന്റെ കളറിൽ ഇരിക്കുന്നതാണ് ഔട്ടർ ഇയർ. പിന്നെ ദാ ഈ വരുന്ന ഭാഗം ഏതാ? കർണനാളം. നമ്മള് ഈ ഇയർ ബഡ്സ് ഒക്കെ ഇടുന്ന അവസരത്തില് എന്താണ്, ഇയർ ബഡ്സ് ഒക്കെ ഇടുന്ന അവസരത്തില് ആ ഇയർ ബഡ്സ് കയറി പോകുന്ന ഭാഗമാണ് എന്ത്? കർണനാളം. ഓക്കെ, ഇയർ ബഡ്സ് ഒക്കെ ഇടുന്ന അവസരത്തില് ഇയർ ബഡ്സ് കയറി പോകുന്ന ഭാഗമാണ് കർണനാളം. ഓക്കെ, ഇയർ ബഡ്സ് കയറി പോകുന്ന ഭാഗമാണ് കർണനാളം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ്, അപ്പൊ ആ ഇയർബഡ്സ് കയറി പോകുന്ന ഭാഗം കർണനാളം. ഇനി നമുക്ക് ചെവിയുടെ കമ്പനം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വൈബ്രേറ്റ് ചെയ്യുന്ന മെയിൻ പോർഷൻ ആണ് ഇയർ ഡ്രം. നമുക്ക് ആവശ്യത്തിന് ശരിയായ രീതിയിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വൈബ്രേറ്റ് ചെയ്യുന്ന പോർഷൻ ആണ് എന്ത്? ഇയർ ഡ്രം. അപ്പൊ അതാണ് ദാ ഈ ഇരിക്കുന്ന സംഭവം, ഇയർ ഡ്രം. ഇതാ കണ്ടോ, ടിംപാനിക് മെംബ്രെയിൻ ഓർ ഇയർ ഡ്രം, ടിംപാനിക് മെംബ്രെയിൻ ഓർ ഇയർ ഡ്രം. അപ്പോ ചെവിക്കൂട, അപ്പൊ നമുക്ക് ഈ ഫങ്ഷൻസ് ചോദിക്കും, ചെവിയുടെ ഫങ്ഷൻസ്, കർണനാളത്തിന്റെ ഫങ്ഷൻസ്, കർണപടത്തിന്റെ ഫങ്ഷൻസ്, ഇനി ഈ പുറമേയുള്ള ചെവിക്കൂടയുടെ ഫങ്ഷൻസ്, അങ്ങനെ പലതും എന്ത് ചെയ്യും? PC ചോദിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ശ്രവണത്തോടൊപ്പം ശരീരത്തിന്റെ തുലന നില, ശ്രവണത്തോടൊപ്പം ശരീരത്തിന്റെ തുലന നില പാലിക്കാനും ചെവി നമ്മെ സഹായിക്കും. ശ്രവണത്തോടൊപ്പം ശരീരത്തിന്റെ തുലന നില പാലിക്കാനും ചെവി നമ്മെ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്താ ബ്രെയിനിലെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ഐറ്റമാണ് ഏത്? സെറിബെല്ലം. ബ്രെയിനില് തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്? സെറിബെല്ലം. ബ്രെയിനില് തുലന നില പാലിക്കാൻ സഹായിക്കുന്ന സെറിബെല്ലം. അങ്ങനെയാണെങ്കിൽ ചെവിയിലെ പോർഷൻ ഏതാ? ശ്രവണത്തോടൊപ്പം ശരീരത്തിന്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന അവയവം ചെവിയാണ്. ഓക്കെ, നമുക്ക് താഴോട്ട് പോവാം. ദെൻ ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിങ്ങനെയാണ് ചെവിയുടെ പ്രധാന ഭാഗങ്ങൾ. അതിലെ മെയിൻ പോർഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞു. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, ഈ സെറൂമിനസ് ഗ്ലാൻസ്, ചെവിക്കുള്ളിലെ സവിശേഷമായ മെഴുകു ഗ്രന്ഥികൾ. ചെവിക്കുള്ളിലെ സവിശേഷമായ മെഴുകു ഗ്രന്ഥികളാണ് ചെവിക്കുള്ളിലെ സവിശേഷമായ മെഴുകു ഗ്രന്ഥികളാണ് ഏത്? സെറൂമിനസ് ഗ്ലാൻസ്. ഓക്കെ, ചെവിക്കുള്ളിലെ സവിശേഷമായ മെഴുകു ഗ്രന്ഥികളാണ് എന്ത്? സെറൂമിനസ് ഗ്ലാൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് സെറൂമിനസ് ഗ്ലാൻസ് എന്ന് പറയുന്ന ഐറ്റം ചോദിക്കും. സെറൂമിനസ് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ചെവിക്കുള്ളിൽ കാണപ്പെടുന്ന മെഴുകു ഗ്രന്ഥികളാണ്. ഈ മെഴുകാണ് എന്ത് ചെയ്യുന്ന നമ്മുടെ നമ്മുടെ ഈ ചെവിയുടെ കർണപടത്തിലെ ചെവിയുടെ ഈ ഇയർ കനാൽ ഉണ്ടല്ലോ, കർണനാളം, കർണനാളം, ആ ഇയർ കനാലിലേക്ക് പ്രവർത്തിക്കുന്ന, ഈ ഇയർ കനാലിലേക്ക് കയറി വരുന്ന ചെറു പ്രാണികളെയും അതുപോലുള്ള സാധനങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്ന തടയുന്നത് ഈ ചെവിയിലെ മെഴുകാണ്. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. കർണനാളത്തിലെ ചൂട് നിലനിർത്താനും രോഗാണുക്കളെ നശിപ്പിക്കാനും ചെവിക്കായം സഹായിക്കും. കർണനാളത്തിലെ ചൂട് നിലനിർത്താനും രോഗാണുക്കളെ നശിപ്പിക്കാനും ആര് സഹായിക്കും? ചെവിക്കായം സഹായിക്കും. ഇനി കർണനാളം അല്ലെങ്കിൽ ഇയർ കനാൽ, കർണനാളം അല്ലെങ്കിൽ ഇയർ കനാൽ അവസാനിക്കുന്നത് എവിടെയാണ്? കർണപടത്തിലാണ്. കർണപടം എന്ന് പറഞ്ഞാൽ എന്താ? ടിംപാനം. കർണപടത്തിന്റെ ഇംഗ്ലീഷ് ടിംപാനം അല്ലെങ്കിൽ ഇയർ ഡ്രം. ജോയിൻ ചെയ്യാൻ പറ്റണില്ല എന്ന് പറയും. അല്ല, ഇതിനകത്ത് ഇപ്പൊ എല്ലാരെയും ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് പറ്റി? അയാളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക്? ഞാൻ നോക്കട്ടെ. ഇതിപ്പോ ആള് ഓക്കെ, നോക്കട്ടെ. ഞാൻ ഇതിനകത്ത് റിക്വസ്റ്റ് വന്ന് എല്ലാരെയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചോദിക്കാൻ പറ്റുമോ? ഇതിനകത്ത് വന്നിട്ടുള്ള റിക്വസ്റ്റ് എല്ലാരെയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ ലിങ്ക് ഇട്ട് കൊടുക്കാം, അത് പറ്റുള്ളൂ. ഒരു നോക്കട്ടെ, 1 സെക്കൻഡ് നോക്കിക്കോട്ടെ. ഓക്കെ, വരട്ടെ. ഓക്കെ, ജോയിൻ ചെയ്യാൻ എന്താണ് നെറ്റ് ഇഷ്യൂ ആണെങ്കിലും ചോദിച്ചോ. ഓക്കെ, അപ്പോ നമ്മൾ എന്താ പറഞ്ഞു വന്നത്?
കർണനാളം അല്ലെങ്കിൽ ഇയർ കനാൽ അവസാനിക്കുന്ന എവിടെയാണ്? കർണനാളം അല്ലെങ്കിൽ ഇയർ കനാൽ അവസാനിക്കുന്ന എവിടെയാണ്? കർണപടത്തിലാണ്. ഈ കർണപടത്തിന്റെ ഇംഗ്ലീഷ് പേരുകളാണ് ടിംപാനം അല്ലെങ്കിൽ ഇയർ ഡ്രം. കർണപടത്തിന്റെ ഇംഗ്ലീഷ് പേരുകളാണ് എന്താണ്? കർണപടത്തിന്റെ ഇംഗ്ലീഷ് പേരുകളാണ് ടിംപാനം അല്ലെങ്കിൽ ഇയർ ഡ്രം. ഓക്കെ, ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ല, ഓക്കെ 29 പേര്. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് സ്റ്റേപ്പിസ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് സ്റ്റേപ്പിസ് ആണ്. അങ്ങനെയാണെങ്കിൽ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പഠിച്ചു വെക്കണം. ഇതിന്റെ കൂടെ തന്നെ അത് കണക്ട് ചെയ്ത് പഠിക്കുന്ന കാര്യമാണ്, അത് പോവാം. ഓക്കെ, ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് ഫേമർ അല്ലെങ്കിൽ തുടയെല്ല്. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് ഫേമർ അല്ലെങ്കിൽ തുടയെല്ല്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് സ്റ്റേപ്പിസ് ആണ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് സ്റ്റേപ്പിസ്. ഓക്കെ, ഇനി ആ സ്റ്റേപ്പിസിനെ ചുറ്റിയിരിക്കുന്ന മസിൽ അല്ലെങ്കിൽ ആ സ്റ്റേപ്പിസിന്റെ പുറത്തിരിക്കുന്ന മസിലാണ് സ്റ്റേപ്പീഡിയസ്. സ്റ്റേപ്പിസിന്റെ പുറത്തിരിക്കുന്ന മസിലാണ് സ്റ്റേപ്പീഡിയസ്. അപ്പോ ശരീരത്തിലെ ഏറ്റവും ചെറിയ മസിൽ ഏതെന്ന് ചോദിച്ചാൽ അത് സ്റ്റേപ്പിസിന്റെ പുറത്തിരിക്കുന്ന മസിലായ സ്റ്റേപ്പീഡിയസ് ആണ്. ഓക്കെ, ശരീരത്തിന്റെ ഏറ്റവും ചെറിയ മസിൽ ഏതെന്ന് ചോദിച്ചാൽ അത് സ്റ്റേപ്പിസിന്റെ പുറത്തിരിക്കുന്ന സ്റ്റേപ്പീഡിയസ് എന്ന് പറയുന്ന മസിലാണ്. അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഫേമർ നമ്മൾ പറഞ്ഞു തുടയെല്ല്. ആ തുടയെല്ലിന്റെ പുറത്തിരിക്കുന്ന മസിൽ ഏതാ? സാർട്ടോറിയസ്. തുടയെല്ല് ഏറ്റവും നീളം കൂടിയ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ പൊക്കത്തിന്റെ 27.5%, നമ്മുടെ പൊക്കത്തിന്റെ 27.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ തുടയെല്ലാണ്. ആ തുടയെല്ലാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ എല്ല്. ആ തുടയെല്ലിൽ കണക്ട് ആയിരിക്കുന്ന മസിലാണ് ഏത്? സാർട്ടോറിയസ്. ഓക്കെ, നമുക്കിനി നമ്മുടെ ടോപ്പിക് തന്നെ പഠിക്കാം. നമ്മൾ ആ വഴി പോയാലേ നമുക്ക് ആ വഴി കണക്ട് ചെയ്ത് വേറെ ഏരിയയിലോട്ട് നമ്മൾ പോകും. ഓക്കെ, അപ്പോ മധ്യകർണത്തിൽ കാണപ്പെടുന്ന നിങ്ങൾക്കിത് കാണാമല്ലോ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ ആണോ? ഈ ഫയൽ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ താങ്ക് യു. ഓക്കെ അപ്പൊ പറഞ്ഞ എന്തായിരുന്നു? മധ്യകർണത്തിൽ, ഇത് PSC ചോദിക്കും. മധ്യകർണത്തിൽ കാണപ്പെടുന്ന 3 അസ്ഥികൾ ഏത്? അല്ലെങ്കിൽ മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഐറ്റങ്ങൾ തന്നിട്ട് മധ്യകർണത്തിൽ കാണപ്പെടാത്ത ഐറ്റങ്ങൾ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിക്കണം. മധ്യകർണത്തിൽ കാണപ്പെടുന്ന 3 അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റാപ്പിസ്. മധ്യകർണത്തിൽ കാണപ്പെടുന്ന 3 അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റാപ്പിസ്. ഈ സ്റ്റാപ്പിസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറുത്, ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. ഇനി ഈ മാലിയസ്, ഇൻകസ്, സ്റ്റാപ്പിസിന്റെ ആകൃതി, മാലിയസ്, ഇൻകസ്, സ്റ്റാപ്പിസ്, അതിന്റെ ആകൃതി PSC ചോദിച്ചിട്ടുണ്ട്. മാലിയസ്, ഇൻകസ്, സ്റ്റാപ്പിസ്. നോക്കിയേ, ഇതാണ് മാലിയസ്. മനസ്സിലായില്ലേ? മാലിയസ് കണ്ടോ? ചുറ്റിക പോലെ ഇരിക്കുന്നുണ്ടോ മാലിയസിന്റെ ആകൃതി കണ്ടോ? ഈ ഇടത്തെ സൈഡിൽ കാണപ്പെടുന്ന പിക്ചറാണ് ഏത്? മാലിയസ്. ഇടത്തെ സൈഡിൽ കാണുന്ന പിക്ചറാണ് മാലിയസ്. അതിന്റെ ആകൃതി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദൂരെ കൂടി നോക്കുമ്പോൾ അതിനൊരു ചുറ്റികയുടെ ആകൃതിയാണ്. ഇനി അടുത്ത സ്റ്റാപ്പിസ് നോക്കിക്കേ. സ്റ്റാപ്പിസ്, ആ നടുക്കിരിക്കുന്ന എല്ലാം സ്റ്റാപ്പിസ്. അപ്പൊ അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെന്താണ്? ഒരു കുതിരലാടത്തിന്റെ ആ യു ഷേപ്പിലുള്ള അസ്ഥിയാണ്. മനസ്സിലായില്ലേ? സ്റ്റാപ്പിസ് കുതിരലാടത്തിന്റെ യു ഷേപ്പിലുള്ള അസ്ഥിയാണ്. ഇനി അടുത്ത ഇൻകസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടക്കല്ലിന്റെ ആകൃതി. ഒന്ന് നോക്കിക്കേ, ഈ കൂടക്കല്ല് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു എൻഡ് പോർഷൻ മാത്രം ഭയങ്കര വലുതാണ്, അതിന്റെ ഓപ്പോസിറ്റ് എൻഡ് പോർഷൻ ഭയങ്കര ചെറുതാണ്. അതാണ് ആ കൂടക്കല്ലിന്റെ ഷേപ്പ്. മനസ്സിലായില്ലേ? അപ്പൊ ആ കൂടക്കല്ലിന്റെ ആകൃതിയിലുള്ള അസ്ഥി ഏതാണ്? ഇൻകസ് ആണ്. അപ്പൊ നമ്മള് ഇതിന് കോഡ് നിങ്ങളുടെ ക്ലാസ്സിൽ ഇട്ട് തന്നിട്ടുണ്ട്. എന്താണ്? മാല ചുറ്റി വന്ന ഇന്ദുവിന്റെ കുട മാറ്റിവെച്ച് കുതിരയോടൊപ്പം സ്റ്റെപ്പിൽ കയറി. ആ കോഡ് കൃത്യമായിട്ട് അങ്ങ് പഠിക്കുക. മാല ചുറ്റി വന്ന ഇന്ദുവിന്റെ കുട. മാല എന്ത് ചെയ്തു? മാല ചുറ്റി വരികയാണ് ഇന്ദു. അപ്പൊ മാല ചുറ്റി വന്ന മാലിയസ് ചുറ്റിക, മാല ചുറ്റി വന്ന മാലിയസ് ചുറ്റി വന്ന ഇന്ദുവിന്റെ കുട. സോ ഇന്ദുവിന്റെ കുട, ഇൻകസ്, കൂടക്കല്ല്. ഇന്ദുവിന്റെ കുട, ഇൻകസ്, കൂടക്കല്ല്. ഇനി ആ മാല ചുറ്റി വന്ന ഇന്ദുവിന്റെ കുട മാറ്റിവെച്ച് കുതിരയോടൊപ്പം സ്റ്റെപ്പിൽ കയറി. കുതിരയോടൊപ്പമാണ് സ്റ്റെപ്പിൽ കയറിയത്. അപ്പൊ കുതിരലാടത്തിന്റെ ഷേപ്പാണ് ഏത്? സ്റ്റാപ്പിസ്. കുതിരലാടത്തിന്റെ ഷേപ്പാണ് സ്റ്റാപ്പിസ്. ഇനി നമ്മൾ പറഞ്ഞ സംഭവം
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി, അത് നമ്മൾ പറഞ്ഞു, സ്റ്റാപ്പീഡിയസ്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ഐറ്റം ആണ് മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന നാളിയാണ് യൂസ്റ്റേഷ്യൻ നാളി. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന നാളിയാണ് യൂസ്റ്റേഷ്യൻ നാളി. ഇത് ചോദിച്ചിട്ടുണ്ട്. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത് എന്ത്? അത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പഠിക്കുക. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന നാളിയാണ് യൂസ്റ്റേഷ്യൻ നാളി. ഇനി ആ യൂസ്റ്റേഷ്യൻ നാളിയുടെ ധർമ്മം എന്ത്? അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കൂല, ഈ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഇട്ട് ചോദിക്കും. എന്താണ്? കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കുക. അത് ഏത് ഓർഗന്റെ ഫംഗ്ഷൻ ആണ് എന്ന് ചോദിച്ചാൽ അവർ ഓപ്ഷനിൽ ചെവി തരും, പിന്നെ ഈ ചെവിക്കൂട തരും, ചെവിക്കൂട അതൊക്കെ തരും. പക്ഷെ കറക്റ്റ് ചോദിച്ചാല് യൂസ്റ്റേഷ്യൻ നാളി കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കുക എന്നത് ആരുടെ ഫംഗ്ഷൻ ആണ്? യൂസ്റ്റേഷ്യൻ നാളിയുടെ പ്രധാന ഫംഗ്ഷൻ ആണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന നാളിയാണ് യൂസ്റ്റേഷ്യൻ നാളി. ആ യൂസ്റ്റേഷ്യൻ നാളി നമ്മുടെ ഇയർ ഡ്രം, കർണപടമില്ലേ, ആ ഇയർ ഡ്രമ്മിന് ഇരുവശത്തുമുള്ള വായുമർദ്ദത്തെ ക്രമീകരിക്കുന്ന പരിപാടിയാണ് ആര്? ഈ യൂസ്റ്റേഷ്യൻ നാളിയുടെ പരിപാടി. ഓക്കെ, അടുത്ത ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ് കർണപടം. ഇത് സിമ്പിൾ ആണ്, പറഞ്ഞു പോകേണ്ട കാര്യമേ ഉള്ളൂ. ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ് കർണപടം. മനസ്സിലായില്ലേ? ഇയർ ഡ്രം അല്ലെങ്കിൽ ടിംപാനം, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആദ്യം ബാഹ്യകർണം മധ്യകർണം പറഞ്ഞു, അടുത്ത മധ്യകർണവും ബാഹ്യകർണവുമാണ് പറയുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വരുന്ന ഐറ്റമാണ്. ഞാൻ അത് കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയടേ. ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് വരും. ഞാൻ ഈ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് പോൾ ചെയ്ത അവസരത്തിൽ എനിക്ക് തെറ്റിപ്പോയി. അപ്പൊ തെറ്റിപ്പോയ അവസരത്തിൽ അത് തെറ്റാതിരിക്കാൻ വേണ്ടി ഞാനൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കേൾക്കുന്നവർക്ക് ആദ്യം കേൾക്കുമ്പോൾ വളരെ ഓക്വേർഡായിട്ട് തോന്നും. പക്ഷെ അത് ഒരു തവണ രണ്ടു തവണ കേട്ട് ശീലിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും പിന്നെ ഉത്തരം കിട്ടും. ഓക്കെ, അത് അത്യാവശ്യം തമാശയാണ്. ചിലപ്പോൾ ചിലർക്കത് തമാശയായിരിക്കും, ചിലർക്കത് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും കേൾക്കുക. മധ്യകർണത്തെയും ബാഹ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് ടിംപാനം. മധ്യകർണത്തെയും ബാഹ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് ടിംപാനം അല്ലെങ്കിൽ കർണപടം. അത് പഠിച്ചാലും കിട്ടും. ഇനി മധ്യകർണത്തെയും ആന്തരകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന മധ്യകർണം നോക്കിക്കേ. മധ്യകർണം എന്ന് പറഞ്ഞാൽ ഏതാ? മിഡിൽ ഇയറിനെയും ആന്തരകർണം, അതായത് ചെവിയുടെ അകത്തേ പോർഷൻ, ആ എല്ലുകൾക്കുള്ളിൽ ഇരിക്കുന്ന പോർഷനാണ് ആന്തരകർണം. അവയും തമ്മിൽ വേർതിരിക്കുന്ന ചെവിയുടെ ഭാഗമാണ് ഓവൽ വിൻഡോ. ഇത് രണ്ടും അത്യാവശ്യം ആവറേജ് നിലവാരത്തിൽ പഠിക്കുന്ന പിള്ളേർക്ക് അല്ലെങ്കിൽ സയൻസ് അടിസ്ഥാനം ഇല്ലാത്ത പിള്ളേർക്കൊക്കെ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഒന്നുകൂടെ വായിച്ചിട്ട് ഞാൻ അതിന്റെ ആ ഒരു കണക്ഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യം പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. മധ്യകർണത്തെയും ബാഹ്യകർണത്തെയും, വെളിയിലുള്ള പോർഷനെയും മിഡിൽ പോർഷനെയും തമ്മിൽ വേർതിരിക്കുന്ന ആളാണ് നമ്മുടെ ഇയർ ഡ്രം അല്ലെങ്കിൽ കർണപടം. ഓക്കെ, അതെങ്ങനെ പഠിക്കാം? നമുക്ക് ഇവിടെ ഒരു ആളിനെ, നമ്മുടെ വീട്ടിലുള്ള ഒരു മദ്യപാനിയായ ആളിനെ എടുക്കുക. മനസ്സിലായില്ലേ? മദ്യപാനിയായ ഒരാളിനെ നമ്മൾ സങ്കല്പിക്കുക. ആ മദ്യപാനിയായ ആള് മദ്യപിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിന്റെ പുറത്തേക്ക് പോകുന്നത്. മനസ്സിലല്ലേ? ആ മദ്യപാനിയായ ആള് മദ്യപിക്കില്ല എന്ന് വീട്ടിൽ സത്യം ചെയ്ത് കൊടുത്തിട്ടാണ് വീട്ടിന്റെ പുറത്തേക്ക് പോകുന്നത്. പക്ഷേ അങ്ങനെ വീട്ടിന്റെ പുറത്തേക്ക് പോവുകയാണ്, വീട്ടിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അതാണ് അതിനകത്ത് കണക്ട് ചെയ്യാൻ പറഞ്ഞത്. വീട്ടിന്റെ അകത്ത് നിന്ന്. അപ്പൊ എന്താ? മധ്യകർണത്തിൽ നിന്ന് ഇനി ബാഹ്യകർണത്തേക്ക്, മധ്യകർണത്തിൽ നിന്ന് ബാഹ്യകർണത്തേക്ക്, വീട്ടിന്റെ അകത്ത് നിന്ന്, വീട്ടിന്റെ മധ്യത്തിൽ നിന്ന് എന്താണ്? പുറത്തേക്ക് പോവുകയാണ്, ബാഹ്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന അവസരത്തിൽ, മദ്യപിക്കില്ല എന്ന് പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന അവസരത്തില് പുള്ളി വെളിയിൽ പോകുമ്പോ ഒരു ഫ്ലക്സ് ബോർഡ് കാണുകയാണ്. എന്താണ്? ഫ്ലക്സ് ബോർഡ് കാണുകയാണ്. ആ ഫ്ലക്സ് ബോർഡില് കർണൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ഫ്ലക്സ് ബോർഡില് കർണൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അപ്പോ ആ കർണന്റെ പടമാണ് അവിടെ കാണുന്നത്. മനസ്സിലായില്ലേ? കർണന്റെ പടമാണ് ആ പുള്ളി കാണുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മദ്യപിക്കില്ല എന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോകുന്ന വ്യക്തി. അപ്പോ മധ്യകർണത്തിന്റെയും ബാഹ്യകർണത്തിന്റെയും തമ്മിൽ, മധ്യകർണത്തിന്റെയും ബാഹ്യകർണത്തിന്റെയും ഇടയിൽ കാണുന്നതാണ് കർണപടം അല്ലെങ്കിൽ ടിംപാനം. ഇത് പഠിച്ചാൽ കിട്ടും. പക്ഷെ അടുത്ത് വരുന്ന ആളാണ് നമുക്ക് പാട്. ഓർമ്മിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും രണ്ട് ഐറ്റം ഇതിനകത്തുണ്ട്. അപ്പൊ അത് ഏതാണെന്ന് നമുക്ക് ഡൗട്ട് വരും. അതുകൊണ്ടാണ് അത് ഓർമ്മിക്കാനാണ് നമ്മളത് ചെയ്തു വെച്ചിരിക്കുന്നത്.
അപ്പൊ ഇയാള് മദ്യപിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്, മനസ്സിലായില്ലേ? അങ്ങനെ മദ്യപിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അവസരത്തില് മദ്യപാനിയാണ്, വീട്ടിനകത്തേക്കാണ് വരേണ്ടത് അല്ലെ, വീട്ടിനകത്തേക്കാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ പറയുന്നു ആന്തരകർണം, അകത്തേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ആന്തരകർണം, അകത്തേക്ക് ആന്തരഭാഗം. ഓക്കെ, മധ്യകർണത്തെയും ആന്തരകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ചെവിയുടെ ഭാഗമാണ് ഓവൽ വിൻഡോ. മധ്യകർണത്തെയും ആന്തരകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ചെവിയുടെ ഭാഗമാണ് ഓവൽ വിൻഡോ. അതെങ്ങനെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു തരാം. മദ്യപാനിയായ ഭർത്താവ് വീട്ടിലേക്ക് വരികയാണ്, മദ്യമായ ഭർത്താവ് വീട്ടിനകത്തേക്ക് വരികയാണ്. ആ അവസരത്തില് ഭാര്യ അടുക്കളയിൽ നിന്ന് കണ്ടിട്ട് നിലവിളിക്കുകയാണ്. കാലമാടൻ വന്നു എന്ന് നിലവിളിക്കുകയാണ്. മനസ്സിലായില്ലേ എങ്ങനെ നിലവിളിക്കുന്നത്? കാലമാടൻ വന്നു. അപ്പൊ കാലമാടൻ വന്നത് കാരണം അങ്ങേര് വന്നു, കാലമാടൻ വേണ്ട, അങ്ങേര് വന്നു, അത്രയും മാത്രം മതി. അപ്പോ ഈ അങ്ങേര് വന്നു അത് കാരണം ഇവര് എന്ത് ഓടി ചെന്നിട്ട് കഥ അടക്കുകയാണ്. കഥ അടച്ചിട്ട് പൊക്കളയും, ഇങ്ങനെ പേടിച്ച് കഥ അടച്ചിട്ട് പൊക്കളയാണ്. അപ്പൊ ഇങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ജനൽ വഴി അകത്ത് കയറും. മനസ്സിലായില്ലേ? ഈ മദ്യപാനി എന്ത് ചെയ്യും? ജനൽ വഴി അകത്ത് കയറും. അപ്പോ ഓവൽ വിൻഡോ എന്താണ്? ഈ ഭാര്യ മദ്യപാനിയായ ഭർത്താവ് അകത്തേക്ക് വരുന്നത് മദ്യപാനിയായ ഭർത്താവ് അകത്തേക്ക് വരുന്നത് കാണുമ്പോ ഭാര്യ നിലവിളിക്കുകയാണ്, അങ്ങേര് വന്നു. അപ്പോ ഓവൽ വിൻഡോ, ഓവൽ വിൻഡോ. ഇനി കഥ അടച്ചിട്ട് പൊക്കളഞ്ഞു. കഥ അടച്ചിട്ട് എന്താ ചെയ്യുന്നത്? കഥ അടച്ചിട്ട് പൊക്കളഞ്ഞ കാരണം എന്ത് ചെയ്യും? ജനലിൽ കൂടെയാണ് ഈ പുള്ളിക്കാരൻ മദ്യപാനി അകത്ത് കയറുന്നത്. അപ്പോ മധ്യകർണത്തെയും ആന്തരകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ചെവിയുടെ ഭാഗമാണ് ഓവൽ വിൻഡോ. അപ്പൊ അതത്രയും ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞൊന്ന് ഓക്കെ ആണോ? അവിടെ പറഞ്ഞേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആന്തരകർണം. അപ്പൊ നമ്മള് ബാഹ്യകർണം പഠിച്ചു. അത് കഴിഞ്ഞ് ബാഹ്യകർണം, മധ്യകർണം, ഇനി ആന്തരകർണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആന്തരകർണം എന്ന് പറയുന്നത് നമ്മുടെ ഈ തലയോട്ടിയില്ലേ, തലയോട്ടിയുടെ അകത്ത് ആ ഇടുങ്ങിയ ഒരു അസ്ഥി അറയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ആന്തരകർണം. ആ പേര് തന്നെ നോക്കി, ആന്തരകർണം, ഇടുങ്ങിയ ഒരു അസ്ഥി അറയ്ക്കുള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? ആന്തരകർണം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ച് നോക്കിക്കോണേ. നോക്കിയേ, ഇതാണ്ടോ ഈ ഒരു ടിംപാനം, ആ ഒരു ഇതുവരെ എന്താണ്, പിന്നെ ഇയർ കനാൽ, പിന്നെ ഇയർ ഡ്രം കഴിഞ്ഞു കഴിഞ്ഞാല് ഈ അകത്ത് കാണുന്ന പോർഷനാണ് ടിംപാനിക് കാവിറ്റി, മാലിയസ് ഇന്റർസ്റ്റാപ്പിസ്, ഇത് മധ്യകർണം. പിന്നെ ഉള്ളത് ആന്തരകർണം. ആന്തരകർണം എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു സാധനം ഇരിപ്പുള്ളതുണ്ടോ? ഈ കൊതുക് തിരി പോലെ ചുരുണ്ടിരിക്കുന്ന ഒരു സാധനം കണ്ടോ? ചുരുണ്ടിരിക്കുന്ന ഒരു സാധനം കണ്ടോ? അതാണ് കോക്ലിയ. മനസ്സിലായില്ലേ? അപ്പൊ PSC യുടെ ഒരു ഇഷ്ട ചോദ്യമാണ് ഒച്ചിന്റെ ആകൃതിയിൽ ചുരുണ്ടിരിക്കുന്ന നമ്മുടെ ആന്തരകർണത്തിന്റെ ഭാഗം. ഒച്ചിന്റെ ആകൃതിയിൽ ചുരുണ്ടിരിക്കുന്ന ആന്തരകർണത്തിന്റെ ഭാഗം ഏത്? അത് ചോദിക്കും. ഒച്ചിന്റെ ആകൃതിയിൽ ചുരുണ്ടിരിക്കുന്ന ആന്തരകർണത്തിന്റെ ഭാഗമാണ് ഏത്? കോക്ലിയ. മനസ്സിലായല്ലോ? ഒച്ചിന്റെ ആകൃതിയിൽ ചുരുണ്ടിരിക്കുന്ന ആന്തരകർണത്തിന്റെ ഭാഗമാണ് കോക്ലിയ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കോക്ലിയ. മനസ്സിലായില്ലേ? അടുത്ത, അപ്പൊ ആന്തരകർണത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആന്തരകർണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കൃത്യമായിട്ട് തന്നെ ആന്തരകർണം പഠിച്ചേ പറ്റൂ. ഓക്കെ, ആന്തരകർണത്തിൽ ആരൊക്കെയുണ്ട്? അർദ്ധവൃത്താകാര കുഴലുകൾ. ആന്തരകർണത്തില് അർദ്ധവൃത്താകാര കുഴലുകൾ, അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷാണ് സെമി സർക്കുലാർ കനാൽ. ആന്തരകർണം അകത്തെ ഭാഗത്ത് അർദ്ധവൃത്താകാര കുഴലുകൾ അല്ലെങ്കിൽ സെമി സർക്കുലാർ കനാൽസ്. സെമി സർക്കുലർ കനാൽസ്. രണ്ടാമത് കോക്ലിയ. ഓക്കെ, ഈ കോക്ലിയാണ് PSC പലതവണ ചോദിച്ച് മടുത്തൊരു ചോദ്യം. മനസ്സിലല്ലേ? LGS ലെവൽ എക്സാംസിന് കോക്ലിയൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പഠിക്കുക. ഒച്ചിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഐറ്റമാണ് കോക്ലിയ. മനസ്സിലായില്ലേ? അടുത്ത വെസ്റ്റിബ്യൂൾ. എന്താണ്? അടുത്ത പോർഷനാണ് ഏത്? വെസ്റ്റിബ്യൂൾ. അപ്പോ ആന്തരകർണത്തിലെ 3 പോർഷൻസ് ആണ് അർദ്ധവൃത്താകാര കുഴൽ, സെമി സർക്കുലാർ ട്യൂബ്യൂൾസ്, കോക്ലിയ. ഒരു സെക്കൻഡ് നെറ്റ് ഒന്ന് മാറ്റിക്കോട്ടെ. ഒരു സെക്കൻഡ്. സംഭവം ഒരു സിമ്മില് നെറ്റ് ഉണ്ട്, ഒരു സിമ്മിൽ നെറ്റ് ഇല്ല. നെറ്റ് ഒന്ന് മാറ്റിക്കോട്ടെ. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. 1 മിനിറ്റ്. നെറ്റ് കട്ടായി പോണ പണിയാ. 1 മിനിറ്റ്. ഓക്കെ, എല്ലാവരും കാണാമല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? എല്ലാവരും കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേടേ? ഓക്കെ ആണ് സർ.
ഓക്കെ താങ്ക് യു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ എന്താണ് അർദ്ധവൃത്താകാര കുഴലുകൾ, കോക്ലിയ, വെസ്റ്റിബ്യൂൾ എന്നിവ ചേർന്നതാണ് ആന്തരകർണം. അതായത് ഏറ്റവും അകത്തെ പോർഷൻ. അവിടെ എന്തൊക്കെയുണ്ട്? അർദ്ധവൃത്താകാര കുഴലുകൾ, കോക്ലിയ, വെസ്റ്റിബ്യൂൾ. ഇനി വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അറയായിട്ടാണ് കാണപ്പെടുന്നത്. വെസ്റ്റിബ്യൂൾ. ഓക്കെ. ഇനി ഇത് വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിക്കില്ല, എന്നാലും ബാക്കി പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ എന്ന് പറഞ്ഞുതരാം. യൂട്രിക്കിൾ അർദ്ധവൃത്താകാര കുഴലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതൊന്നും നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, അത് വായിച്ചു തരാം. യൂട്രിക്കിൾ അർദ്ധവൃത്താകാര കുഴലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇനി സാക്യൂള്, കോക്ലിയ എന്നീ ഭാഗമായി യോജിച്ചിരിക്കുന്നു. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ആന്തരകർണത്തിൽ കാണപ്പെടുന്ന ദ്രവങ്ങൾ ഏത്? ആന്തരകർണത്തിൽ കാണപ്പെടുന്ന ദ്രവങ്ങളാണ് പെരിലിംഫ്, എൻഡോലിംഫ്. ആന്തരകർണത്തിൽ കാണപ്പെടുന്ന ദ്രവങ്ങളാണ് പെരിലിംഫ്, എൻഡോലിംഫ്. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഓക്കെ. ആന്തരകർണത്തിന് കാണപ്പെടുന്ന ദ്രവങ്ങളാണ് ഏത്? പെരിലിംഫ്, എൻഡോലിംഫ്. അത് മാത്രമല്ല, ഒരു മിനിറ്റ്. ഓക്കെ. ശരീരത്തിന്റെ തുലനാവസ്ഥ പാലനത്തിന് സഹായിക്കുന്ന ചെവിയുടെ ഭാഗങ്ങൾ. ശരീരത്തിന്റെ തുലനാവസ്ഥയ്ക്ക് സഹായിക്കുന്ന ചെവിയാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ശരീരത്തിന്റെ തുലനാവസ്ഥയ്ക്ക് സഹായിക്കുന്ന ചെവിയുടെ ഭാഗങ്ങളാണ് വെസ്റ്റിബ്യൂളും സെമി സർക്കുലർ ട്യൂബ്യൂളും. ഈ വെസ്റ്റിബ്യൂളിന്റെയും സെമി സർക്കുലർ ട്യൂബ്യൂളിന്റെയും തകരാറ് മൂലമാണ് വെർട്ടിഗോ കാരണമാകുന്നത്. ഈ എന്താണ്? സെമി സർക്കുലർ ട്യൂബ്യൂളിന്റെയും വെസ്റ്റിബ്യൂൾ അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴലിന്റെയും വെസ്റ്റിബ്യൂളിന്റെയും തകരാറ് മൂലമാണ് എന്തുണ്ടാവുന്നത്? തലച്ചുറ്റുണ്ടാവുന്നത്. ഓക്കെ. തലച്ചുറ്റ് അല്ലെങ്കിൽ വെർട്ടിഗോ. അത് പഠിച്ചു വെച്ചേണം. അപ്പൊ ആന്തരകർണത്തിൽ കാണപ്പെടുന്ന ദ്രവങ്ങളാണ് പെരിലിംഫ്, എൻഡോലിംഫ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആന്തരകർണത്തിൽ കാണപ്പെടുന്ന ദ്രവങ്ങളാണ് പെരിലിംഫ്, എൻഡോലിംഫ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രവണത്തെ സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് കോക്ലിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരള സർക്കാർ പദ്ധതികളാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ. ശ്രവണത്തെ സഹായിക്കുന്ന ചെവിയിലെ ഭാഗമായ കോക്ലിയ. ആ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പേരാണ് ശ്രുതി തരംഗം. എന്ത്? ശ്രുതി തരംഗം. അങ്ങനെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായധനം, അതാണ് ധ്വനി. കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായ പദ്ധതിയാണ് ധ്വനി. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഈ കേരള സ്കീംസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് 1 മാർക്കിന്റെ ടോപ്പിക്ക് ഉറപ്പായിട്ടും ചോദിക്കും. 1 മാർക്ക് ഷുവർ ആണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വരെ ആ ഒരു മാച്ച് ദ ഫോളോയിങ് ഇട്ടായിരുന്നത് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് കേരള സ്കീംസ് എന്ന് പറയുന്ന കംപ്ലീറ്റ് സെക്ഷൻ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കുക. എന്നിട്ട് റിവൈസ് ചെയ്യുക. കാര്യം ഒരിക്കൽ അവസാനം പഠിക്കാൻ വേണ്ടി വെച്ചോണ്ടിരുന്നാൽ അത് തീരൂല. എന്നാ പിന്നെ ആദ്യമേ പഠിച്ചു കഴിഞ്ഞാലോ വീണ്ടും റിവൈസ് ചെയ്തില്ലെങ്കിൽ അത് മറന്നു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക? മൊത്തം ഒരു ദിവസം ആ കേരള സ്കീംസ് പഠിക്കല്. മിനിമം ഒരു 3 ദിവസമായിട്ടെങ്കിലും സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം കേരള സ്കീംസ് എന്ന് പറയുന്ന കംപ്ലീറ്റ് ഐറ്റം പഠിക്കാൻ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഒച്ചിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ശരീരത്തിലെ ഒച്ചിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ ഐറ്റമാണ് എന്ത്? കോക്ലിയ. ശ്രവണത്തെ സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് കോക്ലിയ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ശ്രവണത്തെ സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് കോക്ലിയ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ആന്തരകർണം, ഇന്റേണൽ ഇയറിന്റെ ഭാഗമാണ് കോക്ലിയ. ഈ കോക്ലിയക്കുള്ളില് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. കോക്ലിയക്കുള്ളില് ഓർഗൻ ഓഫ് കോർട്ടി എന്ന ഭാഗത്താണ് ശബ്ദഗ്രാഹികൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, കോക്ലിയക്ക് അകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? കോക്ലിയ നമ്മൾ പറഞ്ഞു. കോക്ലിയ നമ്മൾ എന്താ പറഞ്ഞത്? കോക്ലിയ കംപ്ലീറ്റ് എന്ത് ഷേപ്പാണ്? കോക്ലിയ എന്ന് പറയുന്നത് ഒച്ചിന്റെ ഷേപ്പാണ്. അല്ലെങ്കിൽ എന്ത് ഷേപ്പാ? ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കുന്ന ഷേപ്പാണ്. അത് ആ ഒരു സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണക്ട് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? റൗണ്ട് ആയിട്ടിരിക്കുന്ന ഷേപ്പാണ്. അപ്പോ കോക്ലിയക്കുള്ളിലുള്ള ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് റൗണ്ട് വിൻഡോ. കോക്ലിയയുടെ ഷേപ്പ് ഒച്ചിന്റെ ഷേപ്പാണ്, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പാണ്. അപ്പൊ കോക്ലിയക്ക് അകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം റൗണ്ട് വിൻഡോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നേരത്തെ ഓവൽ വിൻഡോ പറഞ്ഞു. നമ്മൾ എന്താ പറഞ്ഞ? മധ്യകർണത്തെയും ആന്തരകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഓവൽ വിൻഡോ. അത് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താ? റൗണ്ട് വിൻഡോ. കോക്ലിയ എന്ന് പറഞ്ഞാൽ ഒച്ചിന്റെ ആകൃതിയിലുള്ള റൗണ്ട് ആയിട്ടിരിക്കുന്ന ഐറ്റമാണ്.
ആ ഒരു വസ്തുവാണ്. ആ വസ്തുവിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ചെവിയുടെ ഭാഗത്തിനകത്തുള്ള സംഭവമാണ് എന്ത്? റൗണ്ട് വിൻഡോ. ആ ലിക്വിഡിനെ ചെവിക്ക് കോക്ലിയയ്ക്ക് അകത്തുള്ള ദ്രവത്തെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് എന്ത്? റൗണ്ട് വിൻഡോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, ശരീരത്തിന്റെ ചലനം മൂലം ചലിക്കുന്ന ഭാഗം ഏത്? ഓട്ടോലിത്ത്. ശരീരത്തിന്റെ ചലനം മൂലം ചലിക്കുന്ന ഭാഗമാണ് ഓട്ടോലിത്ത്. ഇത് അർദ്ധവൃത്താകാര കുഴൽ അല്ലെങ്കിൽ സെമി സർക്കുലർ ട്യൂബ്യൂൾസിന്റെ ആ എൻഡുകളിൽ കാണപ്പെടുന്ന ചെറു ചുണ്ണാമ്പ് തരികളാണ് ഓട്ടോലിത്ത്. ശരീരത്തിന്റെ ചലനം മൂലം ചലിക്കുന്നതാണ് ഓട്ടോലിത്ത്. ഓക്കെ, അതൊന്നും ചോദിക്കില്ല. ഇനി ഇമ്പോർട്ടന്റ്, മനുഷ്യന്റെ ശ്രവണ പരിധി. വളരെ ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. മനുഷ്യന്റെ ശ്രവണ പരിധി, ഈ വാല്യൂ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും. മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറഞ്ഞാൽ 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. ഓക്കെ, അപ്പൊ മനുഷ്യന്റെ ശ്രവണ പരിധിക്ക് താഴെയുള്ളതിനെ എന്ത് പറയും? ഇൻഫ്രാസോണിക്. മനുഷ്യന്റെ ശ്രവണ പരിധിക്ക് താഴെയുള്ളതിന് എന്താ പറയുന്നത്? ഇൻഫ്രാസോണിക് എന്ന് പറയും. അതായത് 20 ഹെർട്സിന് താഴെ. മനുഷ്യന്റെ ശ്രവണ പരിധിക്ക് മുകളിൽ അഥവാ 20 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ്, സോറി 20,000 ഹെർട്സ്, 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ്, 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ്. ആ വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ പറയാം. 20 ഹെർട്സ് അല്ലെങ്കിൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ, അല്ലെങ്കിൽ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ, 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ. അതെന്താണ്? മനുഷ്യന്റെ ശ്രവണ പരിധിയാണ്. 20 ഹെർട്സിൽ താഴെയുള്ളതിനെ ഇൻഫ്രാസോണിക് എന്നും 20 ഹെർട്സിന് മുകളിലുള്ളതിനെ അൾട്രാസോണിക് എന്നും പറയും. അൾട്രാസോണിക് ശബ്ദം, അൾട്രാസോണിക് എന്ന് പറഞ്ഞാല് നമ്മുടെ ശബ്ദത്തെക്കാൾ, അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ശ്രവണ പരിധിയുടെ ഇരട്ടി. അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശ്രവണ പരിധിയുടെ ഇരട്ടിയാണ്. അതാണ് എന്ത്? അൾട്രാസോണിക്. ഓക്കെ, ഇനി ഇതൊന്ന് പഠിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കർണപടത്തിൽ, നമ്മുടെ ഇയർ ഡ്രമ്മിൽ ഉണ്ടാകുന്ന കമ്പനം അതിനോട് ചേർന്ന് കാണുന്ന അസ്ഥി ശൃംഖലയെ കമ്പനം ചെയ്യിക്കുന്നു. കർണപടത്തിന് ചേർന്ന് കാണുന്ന അസ്ഥി ശൃംഖല കമ്പനം ചെയ്യിക്കുന്നു. അങ്ങനെ അസ്ഥി ശൃംഖലയിലെ കമ്പനം എന്താണ്? ആ ഇയർ ഡ്രമ്മിനോട് ചേർന്ന് കാണുന്ന പോർഷൻ ഓഫ് ദ ബോൺ എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. അതെന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഓവൽ വിൻഡോയിലെയും ആന്തരകർണത്തിലെയും ഓവൽ വിൻഡോയിലേക്കും ആന്തരകർണത്തിലെ കോക്ലിയയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടും. അസ്ഥി ശൃംഖലയിലെ കമ്പനം ഓവൽ വിൻഡോയിലേക്കും ആന്തരകർണത്തിലെ കോക്ലിയയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടും. കോക്ലിയയുടെ ഉള്ളിലുള്ള ദ്രവമാണ് എൻഡോലിംഫ്. കോക്ലിയയുടെ ഉള്ളിലുള്ള ദ്രവമാണ് എൻഡോലിംഫ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോക്ലിയയുടെ ഉള്ളിലുള്ള ദ്രവമാണ് എൻഡോലിംഫ്. ചോദിക്കും. അപ്പൊ കോക്ലിയ, ആ ഉള്ളിലുള്ള ദ്രവം എന്താ പറഞ്ഞ? എൻഡോലിംഫ്. അവിടെ റൗണ്ട് വിൻഡോ, ആ കോക്ലിയ റൗണ്ട് വിൻഡോ നമ്മൾ പറഞ്ഞു. കോക്ലിയയുടെ ഉള്ളിലുള്ള ദ്രവമാണ് എൻഡോലിംഫ്. അപ്പൊ അത് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി ഞാനൊരു എൻഡോലിംഫും പെരിലിംഫും ചെവിയിലെ സംഭവങ്ങളാണ്, ചെവിയുടെ ദ്രവങ്ങളാണ് നമ്മൾ പറഞ്ഞു. അപ്പോ ഈ ഒച്ചെന്ന് പറയുന്ന സാധനം, എന്ന് പറയുന്ന ഒരു ക്ഷുദ്രജീവി എല്ലാവരുടെയും വീട്ടിൽ കാണും. മനസ്സിലായല്ലോ? ഒച്ചെന്ന് പറയുന്ന ക്ഷുദ്രജീവി എല്ലാവരുടെയും വീട്ടിൽ കാണും. അപ്പൊ കോക്ലിയ എന്ന് പറയുന്നത് ഒച്ചിന്റെ ഷേപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. കോക്ലിയ എന്ന് പറയുന്ന സംഭവം ഒച്ചിന്റെ ഷേപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ എന്റെ വീട്ടിൽ എന്തുണ്ട്? ഒച്ചുണ്ട്. മനസ്സിലായില്ലേ? എന്റെ വീട്ടില് ആവശ്യത്തിൽ കൂടുതൽ ഒച്ചുണ്ട്. എന്റെ വീട്ടില് ഒച്ചുണ്ട്. അപ്പോ ഒച്ചിന്റെ ഷേപ്പിലുള്ളത് ആരാണ്? കോക്ലിയ. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യുക. കോക്ലിയയിലെ ഉള്ളിൽ കാണപ്പെടുന്ന ദ്രവമാണ് എൻഡോലിംഫ്. കോക്ലിയയുടെ ഉള്ളിൽ കാണപ്പെടുന്ന ദ്രവമാണ് എന്ത്? എൻഡോലിംഫ്. എന്റെ വീട്ടിൽ എന്തുണ്ട്? ഒച്ചുണ്ട്. ഒച്ചിന്റെ ഷേപ്പാണ് കോക്ലിയയ്ക്ക്. അപ്പൊ കോക്ലിയയുടെ ഉള്ളിൽ കാണപ്പെടുന്ന എന്താണ്? എൻഡോലിംഫ് ആണ്. ഓക്കെ, അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി എൻഡോലിംഫിലെ കമ്പനം കോക്ലിയയിലുള്ള ആയിരക്കണക്കിന് നാഡീകോശങ്ങളെ ഉത്തേജിപ്പിക്കും. അങ്ങനെ ഉത്തേജിപ്പിക്കുന്ന ആവേഗങ്ങൾ അല്ലെങ്കിൽ എന്താണ്? ആ ആവേഗങ്ങൾ അല്ലെങ്കിൽ ശ്രവണ നാഡി വഴി തലച്ചോറിലെത്തുകയും ചെയ്യുമ്പോഴാണ് ശബ്ദം അനുഭവപ്പെടുന്നത്. ഓക്കെ, തിരിച്ചു വരാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് വാല്യൂസ് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചേടേ. കർണപടത്തിന് തകരാറിന് കാരണമാകുന്ന ഏകദേശ ശബ്ദ തീവ്രത, കർണപടത്തിന് തകരാറുണ്ടാക്കുന്ന ശബ്ദ തീവ്രത എത്രയെന്ന് ചോദിച്ചാൽ അത് 120 ഡെസിബിൾ ആണ്. കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, കർണപടത്തിന് തകരാറ് കാരണമാകുന്ന ഏകദേശ ശബ്ദ തീവ്രത അത് 120 ഡെസിബിൾ ആണ്. അപ്പൊ അത് പഠിക്കുക. അതും
അത് ഓപ്ഷൻ തരുമ്പോഴത്തേക്ക് 120 ഡെസിബലും 90 ഡെസിബലുമാണ് തരുന്നത്. അത് ഓപ്ഷൻ തരുമ്പോൾ 120 ഡെസിബലും 90 ഡെസിബലുമാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത്. അപ്പൊ ഈ 120 ഡെസിബൽ മനസ്സിലായല്ലേ, 120 ഡെസിബൽ ഓക്കെ, അത് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഞാൻ കാര്യം പറയാം. നമ്മള് ആദ്യം ഒരു ചെവി പിന്നെ 2 ചെവി അല്ലെ, നമ്മൾ എണ്ണുമ്പോ ഒന്നാമത്തെ ചെവി നമ്പർ ഇടുക 1, രണ്ടാമത്തെ ചെവി 2 ചെവിയും കൂടെ ചേർത്ത് നമ്മൾ 2 നമ്പർ ഇടുക, 1 2 ഓക്കെ, 1 2 അങ്ങനെ നമ്പർ ഇടുക. ഒന്നാമത്തെ ചെവി 1, രണ്ടാമത്തെ ചെവി 2 ഓക്കെ, അങ്ങനെ 1 2 എന്ന് നമ്പർ ഇടുക. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. കർണപടത്തിന്റെ അല്ലെങ്കിൽ ഇയർ ഡ്രമ്മിന്റെ തകരാറിന് കാരണമാകുന്ന ഏകദേശ ശബ്ദ തീവ്രതയുടെ അളവാണ് 120 ഡെസിബൽ. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യനിൽ രണ്ട് ചെവികളിലുമായി ആകെ എത്ര എല്ലുണ്ട്? 6 എല്ലുണ്ട്. മാലിയസ് ഇൻകസ് സ്റ്റാപ്പിസ് 3 എല്ലാണ്. ഒരു സൈഡിൽ 3, മറ്റേ സൈഡിൽ 3, അങ്ങനെ 6. മനസ്സിലായില്ലേ? ഒരു സൈഡ് 3, മറ്റേ സൈഡിൽ 3, അങ്ങനെ 6. മനുഷ്യരില് 2 കർണങ്ങളിലുമായി ആകെ 6 എല്ലുകളാണ് ഉള്ളത്. ഇനി ശ്രവണ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് ഓട്ടോസ്കോപ്പ്. നമ്മൾ പറഞ്ഞു ഓട്ടോളജി എന്ന് പറഞ്ഞാൽ ചെവിയെ കുറിച്ചുള്ള പഠനമാണ്. ഓട്ടോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെവിയെ കുറിച്ചുള്ള പഠനമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രവണ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് ഏത്? ഓട്ടോസ്കോപ്പ് അല്ലെങ്കിൽ ഔറിസ്കോപ്പ്. ഓട്ടോസ്കോപ്പ് അല്ലെങ്കിൽ എന്താണ്? ഔറിസ്കോപ്പ്. ഓക്കെ, ഓട്ടോസ്കോപ്പ് അല്ലെങ്കിൽ എന്താണ്? ഔറിസ്കോപ്പ്. അടുത്തത് സെപ്റ്റംബറിലെ അവസാന ഞായറാഴ്ചയാണ് ദേശീയ ബധിര ദിനം. സെപ്റ്റംബറിലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. സാധാരണ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 2 നാളികേര ദിനം, അങ്ങനെ സെപ്റ്റംബർ 5 അധ്യാപക ദിനം, അതൊക്കെ ചോദിക്കുള്ളൂ. പക്ഷെ സെപ്റ്റംബറിലെ അവസാന ഞായറാഴ്ചയാണ് ദേശീയ ബധിര ദിനം. സെപ്റ്റംബറിലെ അവസാന ഞായറാഴ്ചയാണ് ദേശീയ ബധിര ദിനം. ഇമ്പോർട്ടന്റ് ആണ്. ഇനി ശബ്ദപരിധി, ഇത് PDF എന്തായാലും നിങ്ങൾക്ക് തരാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സംഭവങ്ങളൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ പേജ് ഉണ്ടല്ലോ, ഇത് ശരിക്കും സൗണ്ട് എന്ന് പറയുന്ന ഫിസിക്സിലെ പോർഷനിൽ വരുന്നതാണ്. മനസ്സിലായില്ലേ? എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, സൗണ്ട് ഫിസിക്സിലെ പോർഷനിൽ വരുന്ന സാധനമാണ് ഇട്ടിരിക്കണം. എന്നാലും ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് പഠിക്കുക. അപ്പൊ ആശുപത്രി, സാധാരണ ആശുപത്രിയുടെ പരിസരങ്ങളിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ശബ്ദപരിധി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 40 ഡെസിബലാണ്. സാധാരണ ആശുപത്രിയിലെ ശബ്ദപരിധി അല്ലെങ്കിൽ ആശുപത്രി പരിസരത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ശബ്ദപരിധി എത്രയാണ്? 40 ഡെസിബൽ. ഇനി നിശബ്ദ മേഖല എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം പോലും കേൾക്കാത്ത മേഖല. ആ നിശബ്ദ മേഖലയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ശബ്ദപരിധി എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 50 ഡെസിബൽ. നിശബ്ദ മേഖലയിൽ എത്രയാണ്? 50 ഡെസിബൽ ആണ്. ഓക്കെ, അടുത്ത പാർപ്പിട മേഖല. നിശബ്ദ മേഖല 50 ഡെസിബൽ. നിശബ്ദ മേഖല 50 ഡെസിബൽ ആണ്. അങ്ങനെയാണെങ്കിൽ പാർപ്പിട മേഖല 55 ഡെസിബൽ. അപ്പൊ പാർപ്പിട മേഖലയിൽ എങ്ങനെയാണ്? 55 ഡെസിബൽ ആണ് അനുവദിക്കപ്പെട്ടിട്ടുള്ള ശബ്ദപരിധി. ഇനി വ്യാവസായിക മേഖല 65 ഡെസിബൽ. ഈ വാല്യൂസ് കൃത്യമായി തന്നെ പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാമേ. ഒരാളോട് ഒരു ചോദ്യം ചോദിക്കാം. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്ത്? അഖില, ഇതിന് ഉത്തരം പറയാമോ? ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്ത്? അഖില പറയാമോ? ഡെസിബൽ. ഓക്കെ, ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ശബ്ദത്തിന്റെ ഉച്ചത അളക്കുന്ന യൂണിറ്റ് എന്തുവാ? ശബ്ദത്തിന്റെ ഉച്ചത പറയാമോ? ശബ്ദത്തിന്റെ ഉച്ചത അളക്കുന്ന യൂണിറ്റ് അഖില പറഞ്ഞോ? പറയടേ. ഓക്കെ, ശബ്ദത്തിന്റെ തീവ്രത എന്ന് ചോദിച്ചാലും ശബ്ദത്തിന്റെ ഉച്ചത എന്ന് ചോദിച്ചാലും രണ്ടും ഒന്നാണ്. മനസ്സിലായില്ലേ? ശബ്ദത്തിന്റെ തീവ്രത എന്ന് ചോദിച്ചാലും ശബ്ദത്തിന്റെ ഉച്ചത എന്ന് ചോദിച്ചാലും രണ്ടും ഒന്നാണ്, ഡെസിബൽ ആണ്. ഓക്കെ, ശബ്ദം ഒരു സെക്കൻഡില് ആവർത്തിച്ച് കമ്പനം ചെയ്യുമ്പോൾ ആ കമ്പനങ്ങളുടെ ആകെത്തുകയാണ് ഹെഡ്സ് എന്ന് പറയുന്നത്. ശബ്ദം എന്ന് പറയുന്ന സംഭവം, ആ ശബ്ദം അത് കാരണം ഉണ്ടാകുന്ന കമ്പനം, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ അത് രണ്ടും ഡിഫറെന്റ്, അത് രണ്ടും നമുക്ക് തിരിഞ്ഞു പോകുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് അത് തിരിഞ്ഞു പോകാതെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ശബ്ദം ഒരു സെക്കൻഡില് ഉണ്ടാക്കുന്ന ആവർത്തിച്ചുണ്ടാക്കുന്ന കമ്പനങ്ങളുടെ ആകെത്തുകയാണ് എന്ത് പറയുന്ന? ഫ്രീക്വൻസി എന്ന് പറയുന്ന. ആ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ്. പക്ഷെ എന്താണ് ഡെസിബൽ എന്ന് ചോദിച്ചാൽ, എന്താണ് ഡെസിബൽ? ശബ്ദത്തിന്റെ തീവ്രത
ശബ്ദത്തിന്റെ തീവ്രത അല്ലെങ്കിൽ ഉച്ചത, അതാണ് ഡെസിബൽ. ഓക്കെ, അപ്പോ ഈ അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് കണ്ടുപിടിച്ചത്? ലാൻഡ് ഫോൺ കണ്ടുപിടിച്ചത്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന് പറയുന്ന വ്യക്തി, സയന്റിസ്റ്റ്, അദ്ദേഹമാണ് ലാൻഡ് ഫോൺ കണ്ടുപിടിച്ചത്. എന്നാൽ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആരാ? മാർട്ടിൻ കൂപ്പർ ആണ്. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ആരാണ്? മാർട്ടിൻ കൂപ്പർ. അപ്പോ ഈ ലാൻഡ് ഫോൺ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ ഓർമ്മയ്ക്കായിട്ട്, അല്ലെങ്കിൽ ആ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ശബ്ദത്തിന്റെ ഉച്ചത അല്ലെങ്കിൽ തീവ്രത, അതിന്റെ യൂണിറ്റ് ഡെസിബൽ ആയിട്ട് വെച്ചിരിക്കുന്നത്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ ലാൻഡ് ഫോൺ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോ നമ്മുടെ ശബ്ദം ഉണ്ടല്ലോ, നമ്മുടെ അമ്പലങ്ങളിൽ മണി മുഴങ്ങും. മണി മുഴങ്ങുന്നത് വളരെ ഉച്ചത്തിലാണ്, അല്ലെ? അമ്പലങ്ങളിൽ മണി മുഴങ്ങും. ആ മണി മുഴങ്ങുന്നത് വളരെ ഉച്ചത്തിലാണ്. ഇനി മണിയുടെ ഇംഗ്ലീഷ് എന്താ? ബെല്ല്. അമ്പലങ്ങളിലെ മണിയല്ലേ, അപ്പൊ ആ മണിയുടെ ഇംഗ്ലീഷ് എന്താ? ബെല്ലാണ്. അമ്പലങ്ങളിൽ മുഴങ്ങുന്ന മണി, ആ മണിയുടെ ഇംഗ്ലീഷ് എന്താ? ബെല്ല്. അപ്പൊ അമ്പലത്തില് ഉച്ചത്തിലാണ് മണി മുഴങ്ങുന്നത്. അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് കിട്ടും. ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ. അമ്പലത്തില് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളില് ഉച്ചത്തിലാണ് മണി മുഴങ്ങുന്നത്. അപ്പൊ ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റ് അല്ലെങ്കിൽ തീവ്രതയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞതൊക്കെ ഓക്കെ ആണോ? അവിടെ ഒന്ന് പറഞ്ഞേ, പറയടേ, പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കടേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയടേ. ആർക്കും ഡൗട്ട് ഇല്ലേ? ഒരു ഡൗട്ടും ഇല്ലേടേ? പറയടേ. ആർക്കും ഡൗട്ട് ഇല്ല? ശരിക്കും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇല്ല? ശബ്ദപരിധി നമ്മൾ രാത്രി പകൽ അങ്ങനെ പഠിക്കണം? രാത്രി പകല് പഠിക്കണ്ട. അങ്ങനെ പകല് മാത്രം കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മതി. രാത്രി പഠിക്കണം മാത്രം നിർബന്ധമൊന്നുമില്ല. അതങ്ങനെ PSC അത് സ്ട്രെസ് ചെയ്ത് ചോദിക്കാറില്ല. അപ്പൊ ശബ്ദപരിധി, ആശുപത്രി മേഖലയിലെ ശബ്ദപരിധി, നിശബ്ദ മേഖലയിലെ ശബ്ദപരിധി, പാർപ്പിട മേഖലയുടെ ശബ്ദപരിധി, അതാണ് PSC സാധാരണ ചോദിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് പഠിക്കണോന്ന് നിങ്ങൾ ചോദിച്ചില്ല. പക്ഷെ സിമ്പിൾ ആണ് സംഭവം. ആദ്യം പകലുള്ള ശബ്ദപരിധിയെക്കാളും 10 വീതം കുറച്ചാൽ മതി രാത്രിയുള്ള ശബ്ദപരിധി. അപ്പൊ അത് പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. പകലുള്ള ശബ്ദപരിധി എത്ര? ഓക്കെ, പകലുള്ള ശബ്ദപരിധി എത്ര? ആ ശബ്ദപരിധിയെക്കാളും 10 കുറച്ചാൽ മതി, രാത്രിയുള്ള ശബ്ദപരിധി കിട്ടും. അപ്പൊ പിന്നെ അത് പഠിക്കണോ എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ല. മനസ്സിലായില്ലേ? അത് അറിഞ്ഞിരുന്നു എന്നുള്ളതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ഓക്കെ ആണോ? ഓക്കെ, വളരെ സിമ്പിൾ ആണ് കാര്യം. പകലുള്ള ശബ്ദപരിധി ഒന്നുകൂടെ വായിച്ചു തരാം. നിശബ്ദ മേഖലയിൽ പകല് ശബ്ദപരിധി 50 ഡെസിബൽ, അത് രാത്രിയാവുമ്പോൾ 10 കുറയ്ക്കുക, 40 ഡെസിബൽ. പാർപ്പിട മേഖലയിലെ ശബ്ദപരിധി 55 ഡെസിബൽ, പകല് 55 ഡെസിബൽ, രാത്രിയാവുമ്പോൾ 45 ഡെസിബൽ, 10 കുറയ്ക്കുക. വ്യാവസായിക മേഖലയുടെ ശബ്ദപരിധി 65 ഡെസിബൽ, രാത്രിയാവുമ്പോൾ 10 കുറയ്ക്കുക, 55 ഡെസിബൽ. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണേ. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്, ഒരു മിനിറ്റ് ഇത് പറയാം അതിനു മുമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംഗീതത്തിലെ സപ്തസ്വരങ്ങളായ സരിഗമ പദനിയിൽ ആവൃത്തി ഏറ്റവും കൂടിയ സ്വരം ഏത്? 12th പ്രിലിംസ് 2022 സ്റ്റേജ് 2 ചോദിച്ച ചോദ്യമാണ്. സംഗീതത്തിലെ സപ്തസ്വരങ്ങളായ സരിഗമ പദനിയിലെ ആവൃത്തി ഏറ്റവും കൂടിയത് എന്നാണ് ചോദ്യം. ഉത്തരം നീ ആണ്. മനസ്സിലായില്ലേ? സംഗീതത്തിലെ സപ്തസ്വരങ്ങളിൽ ഏറ്റവും ആവൃത്തി കൂടിയ ശബ്ദം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? നീ. അപ്പൊ അതിന്റെ ആ ഒരു സംഭവം നമുക്ക് പഠിക്കണം. നോക്കിക്കേ, സംഗീതത്തിലെ സപ്തസ്വരങ്ങളുടെ ആവൃത്തി. അപ്പൊ ഏറ്റവും ചെറുത് സ, 256 ഹെർട്സ്. ആവൃത്തി എന്ന് പറഞ്ഞാല് ഒരു സെക്കൻഡില് ആവർത്തിച്ചുണ്ടാകുന്ന കമ്പനമാണ് ആവൃത്തി. അതിന്റെ യൂണിറ്റ് ആണ് ഹെർട്സ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ സ എന്ന് പറയുന്ന ആ ശബ്ദത്തിന്റെ ആവൃത്തി 256 ആണ്. സ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി 256 ആണ്. അങ്ങനെയാണെങ്കിൽ സംഗീതത്തിലെ ശബ്ദസ്വരത്തില് ഏറ്റവും കുറച്ച ആവൃത്തി ഉള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം ഉത്തരം പറയാൻ പറ്റും. അത് സായാണ്. ഇനി സംഗീതത്തിലെ സപ്തസ്വരങ്ങളുടെ ആവൃത്തി ഏറ്റവും കൂടിയത് ഏതെന്ന് ചോദിച്ചാൽ അത് നീ ആണ്. ഏതാണ് ഉത്തരം? നീ എന്ന് പറഞ്ഞാൽ 480 ഹെർട്സ് ആണ്. 480 ഹെർട്സ് ആണ്. ഇത്
ഇത് ഓർമ്മിക്കാൻ വേണ്ടി ഞാനൊരു ഇത് പഠിച്ചു വെക്കാൻ എളുപ്പമാണ്, എന്നാൽ തിരിഞ്ഞു പോകുന്ന പിള്ളേരും ഉണ്ടാവും. അവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. വീട്ടില് നമ്മളെ അച്ഛനമ്മമാര് അല്ലെങ്കിൽ എന്താണ് ഭാര്യ ഭർത്താവിന് ഭർത്താവ് ഭാര്യയെ വിളിക്കും, നീ എവിടെ പോയി കിടക്കുന്നടി, നീ എവിടെ പോയി, നീ എവിടെ പോയി എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഈ നീ എവിടെ പോയിരുന്നു എന്ന ചോദ്യം എന്താണ്? ആ ചോദ്യം വളരെ ഉച്ചത്തിലാണ് ചോദിക്കുന്നത്. നീ എവിടെ പോയിരുന്നു എന്ന ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കയറി വരുമ്പോൾ അച്ഛൻ ചോദിക്കും നീ എവിടെ പോയിരുന്നു. ആ ചോദ്യം വളരെ ഉച്ചത്തിലാണ് ചോദിക്കുന്നത്. അപ്പൊ വളരെ എളുപ്പമാണ് പഠിക്കാൻ. സംഗീതത്തിന്റെ സപ്തസ്വരങ്ങൾ, സംഗീതത്തിലെ സപ്തസ്വരങ്ങളുടെ ആവൃത്തിയിൽ ഏറ്റവും ആവൃത്തി കൂടിയത് നീയാണ്. ഇനി തിരിഞ്ഞു പോവില്ല. നീ എവിടെ പോയിരുന്നു എന്ന് ആവർത്തിച്ച് ചോദിച്ചു. അങ്ങനെ പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യും? കിട്ടും. ഇനി ഇതുകൂടെ പഠിക്കണം. ശബ്ദവും തീവ്രതയും. മനസ്സിലായില്ലേ? ശബ്ദവും തീവ്രതയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഷ്ടിച്ച് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദം. ഈ കഷ്ടിച്ച് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദം അല്ലെങ്കിൽ നമ്മള് മർമറിങ് എന്ന് പറയും. കഷ്ടിച്ച് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദം അല്ലെങ്കിൽ മർമറിങ്, വളരെ താഴ്ന്ന സൗണ്ടിൽ സീക്രട്ട് ഒക്കെ പറയില്ലേ, അതാണ് മർമറിങ്. അപ്പൊ കഷ്ടിച്ച് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദം അത് 0 മുതൽ 10 ഡെസിബൽ വരെയാണ്. കഷ്ടിച്ച് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദം 0 മുതൽ 10 ഡെസിബൽ വരെ. സാധാരണ സംഭാഷണം അത് 40 മുതൽ 60 ഡെസിബൽ വരെ. സാധാരണ സംഭാഷണം 40 മുതൽ 60 ഡെസിബൽ വരെ. ഇതിൽ ഇമ്പോർട്ടന്റ് മാത്രം പഠിച്ചാൽ മതി. PSC എല്ലാം ചോദിച്ചിട്ടില്ല. ഇമ്പോർട്ടന്റ് ആ ഡാർക്ക് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. എല്ലാം PSC ചോദിച്ചിട്ടില്ല കേട്ടോ. PSC ചോദിച്ചതൊക്കെയാണ് കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന ശബ്ദം 0 മുതൽ 10 ഡെസിബൽ വരെ. സാധാരണ സംഭാഷണം 40 മുതൽ 60 ഡെസിബൽ വരെ. ഇടിനാദം ഇത് ചോദിച്ചിട്ടുണ്ട്. ഇടിനാദം 110 ഡെസിബിൾ ആണ്. ഇടിനാദം എന്ന് പറഞ്ഞാൽ എത്രയാണ്? മനുഷ്യന്റെ ചെവിക്ക് തകരാറുണ്ടാക്കുന്നത് 120 ആണ്. മനുഷ്യന്റെ ചെവിക്ക് തകരാറുണ്ടാക്കുന്നത് 120 ആണ്. അതിനേക്കാൾ 10 കുറവാണ് ഇടിനാദം. അടുത്ത് നോക്കിക്കേടെ വിമാനം. അടുത്തത് ഏതാണ്? വിമാനം. ഈ വിമാനത്തിലിരിക്കുന്ന ആൾക്കാരോട് പറയും ചെവി നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം, ചെവി താഴോട്ട് വിമാനം താഴോട്ട് ഇറങ്ങുമ്പോഴും മുകളിലോട്ട് പോകുമ്പോഴും ചെവി വേദന വരാനുള്ള ചാൻസ് കൂടുതലാണെന്നൊക്കെ പറയും. അപ്പൊ വിമാനത്തിന്റെ ശബ്ദപരിധി അല്ലെങ്കിൽ ശബ്ദ തീവ്രത 120 ഡെസിബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ കർണപടത്തിന് അല്ലെങ്കിൽ ഇയർ ഡ്രമ്മിന് കേടുണ്ടാക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 120 ഡെസിബിൾ ആണ്. അതുപോലെ ഈ വിമാനം താഴേക്ക് ഇറങ്ങുമ്പോഴും മുകളിലോട്ട് പോകുമ്പോഴും ഉണ്ടാകുന്ന ശബ്ദ തീവ്രത 120 ഡെസിബിൾ ആണ്. ഇനി റോക്കറ്റും ബഹിരാകാശ വാഹനം 170 ആണ്. ഓക്കെ, റോക്കറ്റ് ബഹിരാകാശ വാഹനം 170 ആണ്. ജെറ്റ് വിമാനം 140. ജെറ്റ് വിമാനം 140. ഇത് ഇത്രയാണ് നമ്മുടെ ശബ്ദം എന്ന് പറയുന്ന സെക്ഷനിൽ ഇമ്പോർട്ടന്റ്. മനസ്സിലായി? ജെറ്റ് വിമാനം 140. ഓക്കെ, ശബ്ദം എന്ന് പറയുന്ന സെക്ഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐറ്റമാണ് നമ്മൾ പഠിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ശബ്ദം എന്ന് പറയുന്ന ഐറ്റം കംപ്ലീറ്റ് മനസ്സിലായോ? ശബ്ദം കംപ്ലീറ്റ് ഓക്കെ ആണോ? പറഞ്ഞേടേ, ഓക്കെ ആണോ? പറഞ്ഞേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞേ. ശബ്ദം എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാമോ? ഒരു ഡൗട്ടും ഇല്ല. എല്ലാവരും ലൈക്കുകൾ വിടുന്നുണ്ട്, ഒരു ഡൗട്ടും ഇല്ല എന്നാണ്. ഓക്കെ, എന്നാല് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത സെക്ഷനാണ് നാഡി. നമ്മൾ നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നാഡികളെ പറ്റി നമ്മൾ പറഞ്ഞു തുടങ്ങിയാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്താ പറഞ്ഞ? നാഡികളെ പറ്റി പറഞ്ഞു അല്ലേ? നാഡികളെ പറ്റി എന്തൊക്കെയാ നമ്മൾ പറഞ്ഞെന്നറിയാമോ? നാഡീ വ്യവസ്ഥയെ പറ്റി എന്താ പറഞ്ഞത്? മനുഷ്യ ശരീരത്തില് ഒരിക്കലും പുനരുജ്ജീവനം അല്ലെങ്കിൽ സെൽ ഡിവിഷൻ നടക്കാത്ത കോശങ്ങളാണ് നാഡീകോശങ്ങൾ. മനുഷ്യ ശരീരത്തില് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ പുനരുജ്ജീവനം പുനരുജ്ജീവനമല്ല, സെൽ ഡിവിഷൻ നടക്കാത്ത കോശങ്ങളാണ് നാഡീകോശങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോ മനുഷ്യന്റെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാണ് നാഡി. മനുഷ്യന്റെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ആര്യ? നാഡി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യനിൽ ഇതാ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെറിഫറൽ നെർവസ് സിസ്റ്റം എന്നും പറയുന്ന 2 ടൈപ്പ് ഉണ്ട് മനുഷ്യനിലെ. സെൻട്രൽ നെർവസ് സിസ്റ്റവും പെറിഫറൽ നെർവസ് സിസ്റ്റവും. ഓക്കെ, ഈ ബ്രെയിനും സ്പൈനൽ കോഡും ചേർന്ന് വരുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ബ്രെയിനും ഈ തലച്ചോറും സ്പൈനൽ കോഡ് നമ്മുടെ സുഷുമ്നാ നാഡി ചേർന്ന് വരുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ബാക്കി കയ്യിലും കാലിലും താഴോട്ട് കിടക്കുന്നതാണ് എന്ത്? ആക്സിയൽ
സെൻട്രൽ അല്ല, പെറിഫറൽ നെർവസ് സിസ്റ്റം. ഈ കയ്യിലും കാലിലും താഴോട്ട് കിടക്കുന്നതാണ് പെറിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാഡികളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. നാഡീ വ്യവസ്ഥ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ഏത് ജീവിയിലാണ്? നാഡീ വ്യവസ്ഥ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചിരിക്കുന്നത് ഏത് ജീവിയിലാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യനിലാണ്. നാഡീ വ്യവസ്ഥ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചിരിക്കുന്നത് മനുഷ്യനിലാണ്. മനുഷ്യൻ എന്ന് നമ്മൾ പറയുമ്പോൾ മനുഷ്യന്റെ ശാസ്ത്രനാമം നമ്മൾ പറയണം. മനുഷ്യന്റെ ശാസ്ത്രീയ നാമമാണ്. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞേ, പറയടേ. അതെ, മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻ ആണ്. എന്നാൽ മനുഷ്യനെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ മനുഷ്യരാശിയെ കുറിച്ചുള്ള പഠനം എന്താണ്, എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞേ. ആന്ത്രോപോളജി. വെരി ഗുഡ്. മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് ആന്ത്രോപോളജി. ഇനി നമ്മൾ അടുത്ത് ബ്രെയിനിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രെയിനിനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? പറഞ്ഞേ. എന്താണ്? ഫ്രെനോളജി. ഓക്കെ, ബ്രെയിനിനെ പറ്റിയുള്ള ഫ്രെനോളജി. ഓക്കെ, കറക്റ്റ് ആണ്. ഫ്രെനോളജിയും ക്രൈനോളജിയും തിരിഞ്ഞു പോകും. പലതവണ പറഞ്ഞു കൊടുത്തത് ആ ഫ്രെനോളജിയും ക്രൈനോളജിയും തിരിഞ്ഞു പോകും. അപ്പോ ക്രൈനിയോളജി എന്ന് പറഞ്ഞാൽ തലയോട്ടിയെ കുറിച്ചുള്ളത്. ക്രൈനിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? തലയോട്ടിയെ കുറിച്ചുള്ള പഠനമാണ് ക്രൈനിയോളജി. അപ്പൊ ഫ്രെനോളജി എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ കുറിച്ചുള്ള പഠനം. നമ്മുടെ ശരീരത്തിൽ 1400 ഗ്രാം മാത്രമുള്ള ബ്രെയിനിനെ പറ്റിയുള്ള പഠനമാണ് ഫ്രെനോളജി. അപ്പൊ നമ്മൾ പറയും, നമ്മളെ കൂട്ടുകാരനെ നോക്കി പറയും, നിനക്ക് ഭയങ്കര ഫുദ്ധിയാണടാ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഈ ഫുദ്ധി ഫ്രെനോളജി അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഫുദ്ധി ഫ്രെനോളജി അങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് തിരിഞ്ഞു പോകാതെ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, നേത്രഗോളത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓക്കുലോമോട്ടോർ നെർവ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. നേത്രഗോളത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓക്കുലോമോട്ടോർ. ഇനി നമ്മുടെ നാഡികളുടെ അടിസ്ഥാനപരമായ ഫങ്ഷണൽ യൂണിറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം. നമ്മുടെ നാഡികളിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം. അപ്പൊ ഇതുമായിട്ട് ഡൗട്ട് വരുന്ന അല്ലെങ്കിൽ കൺഫ്യൂസ് വരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കിഡ്നിയിലെ ഫങ്ഷണൽ യൂണിറ്റ് ഏത്? അല്ലെങ്കിൽ വൃക്കയിലെ ഫങ്ഷണൽ യൂണിറ്റ് ഏത്? അത് നെഫ്രോൺ ആണ്. വൃക്കയിലെ ഫങ്ഷണൽ യൂണിറ്റ് ഏതാണ്? നെഫ്രോൺ. ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല, അത് കൃത്യമായിട്ട് പഠിച്ചു തന്നെ വെക്കണം. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു തന്നെ വെക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. അനശ്വര പറയാമോ? മനുഷ്യ ശരീരത്തില് ഏറ്റവും ആദ്യം മാറ്റി വെക്കപ്പെട്ട അവയവം ഏത്? അനശ്വര പറയാമോ? പറയട്ടെ. കരളല്ല, വൃക്കയാണ്. ഓക്കെ, അപ്പോ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ആദ്യം മാറ്റി വെക്കപ്പെട്ട അവയവം ഏതെന്ന് ചോദിച്ചാൽ അത് വൃക്കയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ആദ്യം മാറ്റി വെക്കപ്പെട്ട അവയവം ഏതെന്ന് ചോദിച്ചാൽ അത് വൃക്കയാണ്. അപ്പൊ ഓപ്ഷനില് ഹൃദയം കാണും, കരള് കാണും, പിന്നെ വൃക്ക കാണും, പിന്നെ ബ്രെയിനും കാണും. ബ്രെയിൻ മാറ്റിവെക്കലും നടന്നിട്ടുണ്ട് ഈ അടുത്തിടെ. ബ്രെയിൻ മാറ്റിവെക്കലൊക്കെ അടുത്തിടെ നടന്ന ഐറ്റമാണ്. അപ്പൊ അതും ചോദിക്കും. അപ്പൊ മനുഷ്യനിൽ ഏറ്റവും ആദ്യം മാറ്റി വെക്കപ്പെട്ട അവയവം ഏതെന്ന് ചോദിച്ചാൽ അത് വൃക്കയാണ് അല്ലെങ്കിൽ കിഡ്നി. വൃക്ക അല്ലെങ്കിൽ കിഡ്നി. ഓക്കെ, അപ്പോ ഈ തോമസ് മുറേ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. തോമസ് മുറേ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഇനി ആർട്ടിഫിഷ്യൽ കിഡ്നി ഉണ്ട്, കൃത്രിമമായ കിഡ്നി. ആ കൃത്രിമമായ കിഡ്നി ഉണ്ടാക്കിയ വ്യക്തിയാണ് കാൽവിൻ കോഫി. കൃത്രിമമായ കിഡ്നി സൃഷ്ടിച്ച വ്യക്തിയാണ് കാൽവിൻ കോഫി. ഇത് രണ്ടും പഠിക്കുക, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ കിഡ്നി മാറ്റിവെക്കപ്പെട്ട ആദ്യ അവയവമാണ്. അത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യം പറയാം. ഒരു കിഡ്നിയുടെ ശരാശരി വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് 130 മുതൽ 150 ഗ്രാം വരെയാണ്. കിഡ്നിയുടെ ശരാശരി വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് 130 മുതൽ 150 ഗ്രാം വരെയാണ്. അപ്പോ ഈ കിഡ്നി മനുഷ്യനിൽ 2 എണ്ണം ഉണ്ട്. മനുഷ്യനിൽ കിഡ്നി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ 2 എണ്ണം ഉള്ള ഐറ്റത്തിൽ ഒരെണ്ണം മാറ്റി വെക്കുക. മനുഷ്യനിൽ 2 എണ്ണം ഉള്ള ഐറ്റം, അതിൽ ഒരെണ്ണം മാറ്റി വെക്കുക വളരെ എളുപ്പമാണ്. അതേസമയം ഹാർട്ട് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ ആ പുള്ളി മരിക്കണം, എങ്കിലേ പറ്റത്തുള്ളൂ. ഇനി
ലിവർ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ലിവർ പാതി മുറിച്ച് മാത്രമേ മാറ്റിവെക്കാൻ പറ്റത്തുള്ളൂ. ലിവറിന് റീജനറേഷൻ പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ കിഡ്നി മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ ഒരു കിഡ്നി എടുത്ത് മാറ്റി വെച്ചാൽ മതി. പോരാത്തതിനെ എടുത്ത് മാറ്റിവെക്കാൻ എളുപ്പമാണ്, വെയിറ്റ് കുറവാ. 130 മുതൽ 150 ഗ്രാം വരെ ഉള്ളൂ. മനസ്സിലായില്ലേ? വളരെ വെയിറ്റ് കുറവാണ്, ചെറിയ സാധനമാണ്. അപ്പൊ അത് ഓർമ്മിച്ച് വെക്കുക. മനുഷ്യരിലെ ഏറ്റവും ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം ഏതെന്ന് ചോദിച്ചാൽ അത് കിഡ്നിയാണ്. കിഡ്നിയുടെ അടിസ്ഥാന ഫങ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോൺ. കിഡ്നിയുടെ അടിസ്ഥാന ഫങ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോൺ. അപ്പോ കിഡ്നിയെ പറ്റിയുള്ള പഠനം നെഫ്രോളജി. കിഡ്നിയെ പറ്റിയുള്ള പഠനം നെഫ്രോളജി. അങ്ങനെ കിഡ്നിയെ പറ്റിയുള്ള പഠനം നെഫ്രോളജി ആണെങ്കിൽ മേഘങ്ങളെ പറ്റിയുള്ള പഠനം നെഫോളജി. മേഘങ്ങളെ പറ്റിയുള്ള പഠനം നെഫോളജി. അപ്പൊ നെഫോളജി, ന്യൂറോളജി, നെഫ്രോളജി ഇതെല്ലാം തിരിഞ്ഞു പോകാതെ പഠിക്കുക. വരും ക്ലാസ്സുകളിൽ നമ്മൾ വീണ്ടും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. വിഷയമൊന്നും അല്ല. നമുക്ക് എന്ത് ചെയ്യാം? ആ രീതിയിൽ ഫാസ്റ്റ് ആക്കി റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാം. ഒരു പ്രശ്നമില്ല. ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോ കിഡ്നിയെ പറ്റിയുള്ള പഠനം നെഫ്രോളജി. കിഡ്നിയെ പറ്റിയുള്ള പഠനം നെഫ്രോളജി. മേഘങ്ങളെ പറ്റിയുള്ള പഠനം നെഫോളജി. ഇനി ന്യൂറോളജി. ന്യൂറോളജി എന്ന് പറഞ്ഞാൽ നാഡികളെ പറ്റിയുള്ള പഠനമാണ് ന്യൂറോളജി. അപ്പൊ ഒരു നാഡിയുടെ അടിസ്ഥാന ഫങ്ഷണൽ യൂണിറ്റ് ആണ് ന്യൂറോൺ. നാഡികളെ പറ്റിയുള്ള പഠനം ന്യൂറോളജി. സെൽ ഡിവിഷൻ നടക്കാറില്ല. ഈ ന്യൂറോൺസ് എന്ന് പറയുന്ന സംഭവത്തിൽ എന്ത് നടക്കാറില്ല? സെൽ ഡിവിഷൻ നടക്കാറില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഒരിക്കൽ പോലും ജനനം മുതൽ മരണം വരെ സെൽ ഡിവിഷൻ നടക്കാത്തത് ഏതാണ്? ഈ നാഡികളിലാണ്. ഓക്കെ, അപ്പൊ ഈ നാഡികളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ആവേഗങ്ങളെ സ്വീകരിക്കുകയും അവയെ പ്രസരിപ്പിക്കുകയും അവയെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയുമാണ് ഈ നാഡികളുടെ രീതി. ആവേഗങ്ങളെ സ്വീകരിക്കുകയും നമ്മളിപ്പോ ഒരു ചൂടായ സംഭവം, ഒരു ചൂടായ സർഫസിൽ നമ്മൾ കൈ വെക്കുമ്പോൾ നമ്മൾ കൈ വലിക്കും അല്ലെ? ചൂടായ സർഫസിൽ നമ്മൾ കൈ വെക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പിന്നിട്ട് കുത്തുമ്പോ ഒക്കെ വേദന കാരണം നമ്മൾ കൈ വലിക്കും. ആ വാക്ക് ശ്രദ്ധിക്കുക. വേദന കാരണം നമ്മൾ കൈ വലിക്കും. ആ വാക്ക് നമ്മൾ ഇനി പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. ആ വേദന കാരണം നമ്മൾ കൈ വലിക്കും. അപ്പൊ നമ്മൾ കൈ വലിക്കുന്ന അവസരത്തില് നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കാലിൽ നിന്ന് ഉണ്ടാവുന്ന ആ വേദനയുടെ അതനുസരിച്ച് ഉണ്ടാവുന്ന സ്റ്റിമുലസ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തും. ആ വേദനയിൽ നിന്നുണ്ടാവുന്ന ആ സ്റ്റിമുലസ് ബ്രെയിനിലേക്ക് എത്തും. അങ്ങനെ നടത്തുന്ന ആൾക്കാരാണ് സംവേദന നാഡികൾ. ഓക്കെ, നമ്മൾ പറഞ്ഞു കാലിലോ കൈയിലോ നമ്മൾ എവിടെയെങ്കിലും ചവിട്ടിയിട്ടോ ചൂടിലോ അല്ലെങ്കിൽ വല്ല കല്ലിലോ മുള്ളിലോ ഒക്കെ ചവിട്ടി വേദന ഉണ്ടാവുന്ന അവസരത്തില്, കല്ലോ മുള്ളിലോ ഒക്കെ ചവിട്ടി വേദന ഉണ്ടാവുന്ന അവസരത്തില് എന്ത് ചെയ്യും? ആ സംവേദന നാഡികൾ എന്ത് നാഡികളാണ്? വേദന ഉണ്ടാവുന്ന അവസരത്തിൽ ഏത് നാഡികളാണ്? സംവേദന നാഡി. വീണ്ടും ഞാൻ പറയാം, അവിടെന്നും ഇവിടെന്നും ഒക്കെ ചവിട്ടി വേദന ഉണ്ടാകും. ആ വേദന ഉണ്ടാക്കുന്ന സംവേദന നാഡി എന്ത് ചെയ്യും? ബ്രെയിനിലേക്ക് എത്തും. ബ്രെയിനിലേക്ക് എത്തിക്കും ഈ നെർവസ് സ്റ്റിമുലേഷന്. അതേസമയം പ്രേരക നാഡി അല്ലെങ്കിൽ എഫറന്റ് നെർവ് എന്ത് ചെയ്യും? ബ്രെയിനിൽ നിന്നുള്ള ആ ഒരു സ്റ്റിമുലസിനെ നമ്മുടെ ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ എത്തിക്കും. അതാണ് പ്രേരക നാഡിയുടെ ഫംഗ്ഷൻ. ഓക്കെ, അത് പറയാനുള്ള അതിന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കാണ്. എന്നാൽ ഇപ്പൊ ഈ ടോപ്പിക്ക് നമുക്ക് തീർക്കാം. ഓക്കെ, നമ്മുടെ നാഡി എന്ന് പറയുമ്പോ അതിനകത്ത് ഏതൊക്കെയുണ്ട്? ഈ പിക്ചർ ക്ലിയർ അല്ല. നാഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ പോർഷൻ ഏതൊക്കെയാ? മെയിൻ പോർഷൻ കോശ ശരീരം. പിന്നെ ഈ കാണുന്ന ആ വാല് കണ്ടില്ലേ? ഈ വാലാണ് ആക്സോൺ. ഓക്കെ, ഈ കാണുന്ന വാല്, ആ ഒരു എന്താണ് പിങ്ക് കളറിൽ കാണപ്പെടുന്ന വാലാണ് ആക്സോണ്. പിന്നെ മഞ്ഞ കളറിൽ കാണുന്ന സാധനമാണ് ഡെൻഡ്രോൺ. മനസ്സിലായില്ലേ? മഞ്ഞ കളറിൽ കാണപ്പെടുന്ന സാധനമാണ് ഡെൻഡ്രോൺ. കോശ ശരീരം, ആക്സോൺ, ഡെൻഡ്രോൺ. ഓക്കെ, കോശ ശരീരം, ആക്സോൺ, ഡെൻഡ്രോൺ. അപ്പോ ഒരു നാഡിയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കോശ ശരീരം, ആക്സോൺ, ഡെൻഡ്രോൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മർമ്മവും അതിനെ ചുറ്റിയുള്ള കോശദ്രവ്യവും ഒരു ന്യൂക്ലിയസ്. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ന്യൂക്ലിയസിനെ പറ്റിയുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂക്ലിയസിനെ പറ്റിയുള്ള പഠനം, ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം, ആ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മത്തെ പറ്റിയുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാല് കാരിയോളജി. എന്താണ്?
ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മത്തെ കുറിച്ചുള്ള പഠനമാണ് കാരിയോളജി. ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മത്തെ കുറിച്ചുള്ള പഠനം കാരിയോളജി. ഓക്കെ, അപ്പോ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മത്തെ കുറിച്ചുള്ള പഠനം കാരിയോളജിയാണ്. നമ്മളെ ഈ നാഡീകോശം എന്ന് പറയുമ്പോൾ എന്താ സംഭവം? ആക്സോൺ, ഡെൻഡ്രോൺ, കോശ ശരീരം, ഇതാണ് നാഡീകോശത്തിന്റെ സ്ട്രക്ചർ. ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞു സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, നമുക്ക് ഈ നാഡി നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന തന്തുക്കളാണ് ആക്സോണും ഡെൻഡ്രോണും. കോശ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന തന്തുക്കളാണ് ഏതൊക്കെയുടെ? ആക്സോണും ഡെൻഡ്രോണും. കോശ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ആക്സോണും ഡെൻഡ്രോണും. ആക്സോൺ ആണ് നാഡീകോശത്തിൽ നിന്ന് ആവേഗങ്ങളെ വഹിക്കുന്നത്. നോക്കിക്കേ, ആക്സോൺ എന്ന് പറയുന്നത് ഈ ഒരു ചുവന്ന പോർഷൻ കണ്ടോ, പിങ്ക് കളറുള്ള പോർഷൻ. ഈ പിങ്ക് കളറുള്ള പോർഷനാണ് ഈ മെയിൻ ന്യൂക്ലിയസിൽ നിന്നുള്ള നാഡീ പ്രവേഗങ്ങളെ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആക്സോൺ ആണ് എന്ത് ചെയ്യുന്നത്? നാഡീകോശത്തിൽ നിന്ന് ആവേഗങ്ങളെ വഹിക്കുന്നത്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യമാണ് വളരെ ഇമ്പോർട്ടന്റ്. അത് PSC ചോദിച്ച ഐറ്റമാണ്. ആക്സോണിനെ പൊതിഞ്ഞു കാണുന്ന വെള്ള നിറത്തിലുള്ള ആവരണം ഏത്? ആക്സോണിനെ പൊതിഞ്ഞു കാണുന്ന വെള്ള നിറത്തിലുള്ള ആവരണം ഏത്? ഓപ്ഷൻ തരുമ്പോ അവിടെ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ, പിന്നെ ഈ മൈലിൻ ഷീത്ത് എല്ലാം കാണും. അപ്പൊ ആക്സോണിനെ പൊതിഞ്ഞു കാണുന്ന വെള്ള നിറത്തിലുള്ള ആവരണമാണ് മൈലിൻ ഷീത്ത്. ഓക്കെ, ആക്സോണിനെ പൊതിഞ്ഞു കാണുന്ന വെള്ള നിറത്തിലുള്ള ആവരണം മൈലിൻ ഷീത്ത്. ഇത് ഓർമ്മിച്ച് വെച്ചേ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ അതിനകത്തൊരു കളർ പറയുകയാണ്. എന്താണ്? വെള്ള കളർ. ആ കളർ എന്താണ്? വെള്ള കളർ, വൈറ്റ്. ആക്സോണിനെ പൊതിഞ്ഞു കാണുന്ന വൈറ്റ് നിറത്തിലുള്ള ആവരണമാണ് മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞു. അപ്പൊ അത് വൈറ്റ് കളറാണ്. വൈറ്റ് എന്ന് എഴുതുമ്പോ W എന്ന് പറയുന്ന ലെറ്റർ നമുക്ക് കിട്ടും. വൈറ്റ് എന്ന് എഴുതുമ്പോ W എന്ന ലെറ്റർ നമുക്ക് കിട്ടും. ആ W-നെ W-നെ ഒന്ന് തലതിരിച്ചിട്ടേ അപ്പൊ കിട്ടും M. W-നെ ചെറുതായിട്ടൊന്ന് തലതിരിച്ചിട്ടാ കിട്ടും M. അപ്പൊ W വൈറ്റ് മാറ്റർ ഉള്ള ഏരിയ അല്ലെ. ആക്സോണിനെ പൊതിഞ്ഞു കാണുന്ന വെള്ള നിറത്തിലുള്ള ആവരണമാണ് മൈലിൻ ഷീത്ത്. W തിരിച്ചിട്ടാൽ M കിട്ടും. അത് വെച്ച് കണക്ട് ചെയ്യുക, മൈലിൻ ഷീത്ത്. ഓക്കെ, അടുത്ത് ആക്സോണിനെ മർദ്ദം, ക്ഷതം തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷിക്കുക. ആക്സോൺ എന്ന് പറയുന്ന എന്താണ്? നാഡീകോശത്തെ മർദ്ദവും ക്ഷതവും തുടങ്ങിയതിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് മൈലിൻ ഷീത്തിന്റെ ധർമ്മം. ഇത് ചോദിക്കുകയും ചെയ്യും. അപ്പൊ ആദ്യമേ പറഞ്ഞു, ഈ ആക്സോണിനെ പൊതിഞ്ഞു കാണുന്ന വെള്ള നിറത്തിലുള്ള ആളാണ് മൈലിൻ ഷീത്ത്. ആക്സോണിനെ മർദ്ദം, ക്ഷതം തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് മൈലിൻ ഷീത്തിന്റെ ധർമ്മം. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഇരിക്കണം, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഇരിക്കാം, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ആവേഗങ്ങളെ സ്വീകരിച്ച് അതായത് നമ്മുടെ നമ്മൾ പറഞ്ഞല്ലോ, കൈ എവിടെയെങ്കിലും കൊണ്ട് വെക്കുമ്പോ അവിടെ നമുക്ക് ഒരു കുത്ത് കിട്ടും. ആ കുത്ത് അതെന്താണ്? ആവേഗങ്ങൾ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വരുന്ന ആവേഗങ്ങളും നമ്മുടെ ബ്രെയിനിൽ നിന്ന് ശരീരത്തിന്റെ നാനാഭാഗത്തേക്ക് പോകുന്ന ആവേഗങ്ങളെയും, ഈ 2 ആവേഗങ്ങളെയും സ്വീകരിച്ച് കോശത്തിൽ എത്തിക്കുന്നത് ആരാണ്? ഡെൻഡ്രോൺ. ഈ 2 ആവേഗങ്ങളെയും സ്വീകരിച്ച് കോശത്തിൽ എത്തിക്കുന്നത് ആരാണ്? ഡെൻഡ്രോൺ. ഇത് തിരിഞ്ഞു പോകാൻ പാടില്ല. ഈ 2 ആവേഗങ്ങളെയും സ്വീകരിച്ച് കോശത്തിൽ എത്തിക്കുന്നതാണ് ഡെൻഡ്രോൺ. അപ്പോ നമ്മൾ ഡെൻഡ്രോൺ എന്ന് പറയുമ്പോ അവിടെ D എന്ന് പറയുന്ന ഒരു അക്ഷരം കിടപ്പുണ്ട്. അല്ലെ? ആ D ആണ് നമുക്ക് കണക്ട് ചെയ്യാനുള്ള സംഭവം. അപ്പൊ ആവേഗങ്ങളെ സ്വീകരിച്ച് കോശത്തിനുള്ളിലേക്ക് എത്തിക്കുന്നത്. കോശം എന്ന് പറയുന്ന ഒരു വീട് പോലെ കൺസിഡർ ചെയ്യുക. അങ്ങനെ ഈ വേഗത്തിൽ വരികയാണ്. ആവേഗങ്ങൾ വളരെ വേഗത്തിൽ വരികയല്ലേ? ഈ വേഗത്തിൽ വരുന്നത് ഈ ഡോർ തുറക്കണം. ഡോർ വേഗത്തിൽ വരുന്ന ആവേഗങ്ങൾക്ക് ഈ കോശത്തിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ ഡോർ തുറന്നു കൊടുക്കണം. മനസ്സിലായില്ലേ? ഡോർ. അപ്പൊ ആ ഡെൻഡ്രോൺ ആവേഗങ്ങൾ സ്വീകരിച്ച് കോശ ശരീരത്തിന് ഉള്ളിൽ എത്തിക്കുന്നത് ഡെൻഡ്രോൺ. അപ്പൊ ആവേഗങ്ങൾ വളരെ വേഗത്തിൽ വരുമ്പോൾ ഈ കോശത്തിനുള്ളിലെ ഡോർ തുറന്നു കൊടുക്കണം. ഡെൻഡ്രോൺ. ആ D വെച്ച് കണക്ട് ചെയ്യുക. ഡോർ, ഡെൻഡ്രോൺ കിട്ടും. ഇത് ആക്സോൺ ആണോ ഡെൻഡ്രോൺ ആണോ ചോദിച്ചാണ് PSC ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പൊ ഡെൻഡ്രോൺ, അത് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡോറിന്റെ കഥ പറഞ്ഞത്. ഓക്കെ, അടുത്തത് തലച്ചോറിലും സുഷുമ്നയിലും മൈലിൻ നാഡീതന്തുക്കൾ. തലച്ചോറിലും സുഷുമ്നയിലും മൈലിൻ ഉള്ള നാഡീതന്തുക്കൾ ഒന്നിച്ചു കൂടിയ ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നു.
മയലിനുള്ള നാഡീതന്തുക്കൾ. മയലിൻ നമ്മൾ പറഞ്ഞേ, മയലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് കളറാണ്. മനസ്സിലായില്ലേ? മയലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് കളറിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആണെന്ന് പറഞ്ഞു, ആദ്യമേ പറഞ്ഞു. മയലിൻ വൈറ്റ് കളറിലുള്ള പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആണെന്ന് ആദ്യമേ പറഞ്ഞു. തലച്ചോറിലെയും സുഷുമ്നയിലെയും മയലിനുള്ള നാഡീതന്തുക്കൾ ഒന്നിച്ചു കൂടിയ ഭാഗത്തെ, മയലിൻ ഷീത്ത്, ആ മയലിൻ നാഡീതന്തുക്കൾ ഒന്നിച്ചു കൂടിയ ഭാഗത്തെയാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. മയലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ വെള്ള കളറാണെന്ന് പറഞ്ഞേ. അപ്പൊ മയലിൻ ഷീത്ത് വെള്ള കളർ ആയതുകൊണ്ട് മയലിനുള്ള ഭാഗങ്ങൾ എന്ത് വിളിക്കാം? വൈറ്റ് മാറ്റർ എന്ന് വിളിക്കാം. മയലിനുള്ള ഭാഗങ്ങളെ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കുകയും ചെയ്യും. ഓക്കെ. ഇനി കോശ ശരീരവും മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശ ഭാഗങ്ങൾ, കോശ ശരീരവും മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശ ഭാഗങ്ങളും ചേർന്നാണ് എന്ത്? ഗ്രേ മാറ്റർ. കോശ ശരീരവും മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങളും ചേർന്നാണ് എന്ത് വരുന്നത്? ഗ്രേ മാറ്റർ എന്ന് പറയപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഗ്രേ മാറ്റർ. ഇനി ഓരോ ഡെൻഡ്രോണുകളും എന്തായിട്ട് പിരിയും? ആക്സോൺസ് എന്തായിട്ട് പിരിയും? ആക്സോണൈറ്റ് ആയിട്ട് പിരിയും. ഇത് ആക്സോണൈറ്റ്, ഡെൻഡ്രോണൈറ്റ്. വേറെ ഒന്നും പഠിക്കാനില്ല. ആക്സോണൈറ്റ് ആയിട്ട് പിരിയും, ഡെൻഡ്രോണൈറ്റ് ആയിട്ട് പിരിയും. ഓക്കെ. ഇനി ഒരു ന്യൂറോണിന്റെ ആക്സോണൈറ്റുകളും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രോണൈറ്റുകളും, ഒരു നാഡീകോശത്തിന്റെ ഡെൻഡ്രൈറ്റുകളും മറ്റൊരു കോശത്തിന്റെ ആക്സോണൈറ്റുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സിനാപ്സ്. ഇത് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഒരു ന്യൂറോണിന്റെ ആക്സോണൈറ്റുകളും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രോണൈറ്റുകളും തമ്മിൽ ബന്ധിപ്പിക്കപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. അത് ചോദിക്കും, സിനാപ്സ് എന്തെന്ന്. സിനാപ്സിലേക്ക് സ്രവിക്കപ്പെടുന്ന നാഡീയ പ്രേക്ഷകമാണ് അസറ്റൈൽ കോളേൻ. ഇതും ചോദിച്ചിട്ടുണ്ട്. സിനാപ്സിലേക്ക് സ്രവിക്കപ്പെടുന്ന നാഡീയ പ്രേക്ഷകമാണ് അസറ്റൈൽ കോളേൻ. സിനാപ്സിലേക്ക് സ്രവിക്കപ്പെടുന്ന നാഡീയ പ്രേക്ഷകമാണ് അസറ്റൈൽ കോളേൻ. ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, നട്ടലുള്ള ജീവികളിൽ നാഡീവ്യവസ്ഥയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. നട്ടലുള്ള ജീവികളിൽ നാഡീവ്യവസ്ഥയ്ക്ക് എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളുണ്ട്. നാഡികൾ, മസ്തിഷ്കം, സുഷുമ്ന. അപ്പോ നമ്മൾ ഈ ഒരു പിക്ചർ നോക്കിയടേ, ഒരു മിനിറ്റ്, ഈ പിക്ചർ ഒന്ന് നോക്കിയേ. നട്ടലുള്ള ജീവികൾ. ഓക്കെ, നട്ടലുള്ള ജീവികളിൽ നോക്കി ഏതൊക്കെയാ? നോക്കി, മസ്തിഷ്കം, സുഷുമ്ന, നാഡി. മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ. ഇത് 3 അല്ലെ? മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ. ഓക്കെ, ഒരു സെക്കൻഡ്. നട്ടലുള്ള ജീവികളിൽ നാഡീവ്യവസ്ഥയിൽ 3 ഭാഗങ്ങളുണ്ട്. മസ്തിഷ്കം, നാഡികൾ, സുഷുമ്ന. ഇനി നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോൺ ഉള്ള ഭാഗമാണ് മസ്തിഷ്കം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോൺ ഉൾക്കൊള്ളുന്ന ഭാഗം ഏത്? മസ്തിഷ്കം. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോൺ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ മസ്തിഷ്കം. ഈ മസ്തിഷ്കത്തിനകത്ത് ഇനി ഒരു 5 ഈ നെർവിനകത്ത് ഇനി ഒരു 5 മിനിറ്റ് കൂടെ പഠിക്കാനുള്ള സംഭവമാണ് നാഡികൾക്കകത്തുള്ളത്. നെർവിനകത്തുള്ള 5 മിനിറ്റ് കൂടെ നമുക്ക് നോക്കാനുണ്ട്. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കുക. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നാഡി കംപ്ലീറ്റ് തീരും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബ്രെയിൻ തൊട്ട് പഠിച്ചാൽ മതി. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടെ സമയം എനിക്ക് തരണം. ഓക്കെ. അപ്പോ നാഡീതന്തുക്കൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കൈ വെക്കുമ്പോഴത്തേക്കും നമുക്ക് വേദന വരുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കൈ വെക്കുമ്പോൾ വേദന വരുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഒരു മിനിറ്റ്. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം മസ്തിഷ്കം. നാഡീതന്തുക്കളുടെ കൂട്ടമാണ് എന്ത്? ഗാംഗ്ലിയോൺ. നാഡീതന്തുക്കളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഏതാണ്? ഗാംഗ്ലിയോൺ. ഇനി നാഡീതന്തുക്കളുടെ സ്വഭാവം അനുസരിച്ച് സംവേദന നാഡിയെന്നും പ്രേരക നാഡിയെന്നും അറിയപ്പെടുന്നു. സംവേദന നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. സംവേദന നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. ഈ സംവേദന നാഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കയ്യോ കാലോ വെക്കുമ്പോ നമുക്ക് കയ്യിലോ കാലിലോ മുള്ളോ അല്ലെങ്കിൽ കുപ്പിച്ചില്ലോ ഒക്കെ പൊത്ത് കയറുമ്പോ നമുക്ക് എന്തുണ്ടാവും? വേദന ഉണ്ടാവും. മനസ്സിലല്ലേ? ആ വേദന ഉണ്ടാവുന്ന അവസരത്തില് ആ കയ്യിൽ നിന്നോ കാലിൽ നിന്നോ ഉള്ള ആവേഗങ്ങളെ ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്ത്? സംവേദന നാഡി. മനസ്സിലായില്ലേ? ജ്ഞാനേന്ദ്രിയം കയ്യിലോ കാല് അല്ലെങ്കിൽ കണ്ണ് അതുപോലുള്ള ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിച്ച് സുഷുമ്ന അല്ലെങ്കിൽ തലച്ചോറിലും സുഷുമ്നയിൽ എത്തിക്കുന്നതാണ് സംവേദന നാഡി. സംവേദന നാഡിയുടെ മറ്റൊരു പേരാണ് അഫറന്റ്. നെർവ്.
അങ്ങനെ തലച്ചോറിലെത്തി. അപ്പൊ തലച്ചോറിൽ നമ്മൾ വേദന തലച്ചോറിലെത്തി കഴിയുമ്പോ കൈ വലിക്കണം, അതൊരു പ്രേരകമാണ്. അതൊരു പ്രേരകം. അങ്ങനെ കൈ വലിക്കണം എന്ന പ്രേരകം കൊടുക്കുന്ന ആരാടെ? തലച്ചോറിൽ നിന്നാണ് എന്ത് ചെയ്യുന്ന? കൈ വലിക്കണം എന്ന ആ ഒരു ആക്ഷൻ കൊടുക്കുന്ന. അപ്പോ പ്രേരിപ്പിക്കും. കൈ വലിക്കാൻ പ്രേരിപ്പിക്കുന്ന ആരാ? തലച്ചോറ്. തലച്ചോറ്. ഓക്കെ. അപ്പൊ തലച്ചോറിൽ നിന്ന് അല്ലെങ്കിൽ സുഷുമ്നയിൽ നിന്ന് പുറപ്പെടുന്നതാണ് പ്രേരക ആവേഗങ്ങൾ. അങ്ങനെയുള്ള പ്രേരക ആവേഗങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പ്രേരകനാഡീ തന്തുക്കളുടെ ധർമ്മം. അപ്പൊ തലച്ചോറിൽ നിന്ന് പ്രേരിപ്പിക്കും. തലച്ചോറിൽ നിന്നോ സുഷുമ്നയിൽ നിന്നോ എന്ത് ചെയ്യും? പ്രേരിപ്പിക്കും. അങ്ങനെ പ്രേരിപ്പിക്കും. എന്താണ്? ആ പ്രേരിപ്പിച്ച് പോകുന്ന ആ നാഡീ ആവേഗങ്ങള് ശരീരത്തിന്റെ വിവിധ ഭാഗത്ത് എത്തണം. അതാണ് എന്ത്? പ്രേരക നാഡികളുടെ ധർമ്മം. പ്രേരക നാഡികൾ അല്ലെങ്കിൽ എഫറന്റ് നെർവ്. ഇനി അടുത്ത് പഠിക്കാനുള്ളത് എന്താണ്? സമ്മിശ്ര നാഡി എന്ന് പറഞ്ഞാൽ എന്തുവാ സംഭവം? ഈ പ്രേരക നാഡികളുടെയും സംവേദന നാഡികളെയും പ്രേരക നാഡികളുടെയും സംവേദന നാഡികളുടെയും രണ്ടിന്റെയും കൂടെ മിക്സഡ് ഫംഗ്ഷൻ ആണ് സമ്മിശ്ര നാഡി. ഓക്കെ, അത് എളുപ്പമാണ് പഠിക്കാൻ. മനസ്സിലായില്ലേ? അടുത്തത്, ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് കേന്ദ്ര നാഡീ വ്യവസ്ഥയിലേക്കും മസ്തിഷ്കവും സുഷുമ്നയും ചേർന്നതാണ് എന്ത്? കേന്ദ്ര നാഡീ വ്യവസ്ഥ. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആണ് മസ്തിഷ്കവും സുഷുമ്നയും. നമ്മൾ പറഞ്ഞു എന്താണ് മസ്തിഷ്കവും സുഷുമ്നയും. ശ്രദ്ധിച്ചേ, ഈ ചുവന്ന കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന മസ്തിഷ്കവും സുഷുമ്നയും ചേർന്നാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ഈ ചുവന്ന കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ടെണ്ണം, ഈ ബ്രെയിനും സ്പൈനൽ കോഡും ചേർന്നാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ CNS. സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ CNS. അതാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ. ഓക്കെ, കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആവേഗങ്ങൾ എത്തിക്കുന്നത്. എത്തിക്കുന്നതാണ് പ്രേരക നാഡീ വ്യവസ്ഥ. ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്ന വയലറ്റ് കളറിൽ, കടും വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? പ്രേരക നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ പെറിഫറൽ നെർവസ് സിസ്റ്റം. പ്രേരക നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ പെറിഫറൽ നെർവ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നാഡീ പ്രവേഗങ്ങളെ എത്തിക്കുന്നതാണ് പെറിഫറൽ നെർവ്. തിരിച്ചു വരാം. ഇനി ഒരു 2 പോയിന്റ് കൂടെ ഉണ്ട്. ഇനി അടുത്ത്, മനുഷ്യനിലെ ഏറ്റവും വലിയ നാഡി ഏത്? മനുഷ്യനിലെ ഏറ്റവും വലിയ നാഡി എന്ന് ചോദിച്ചത് ഈ ഇരിക്കുന്നുണ്ടോ? ഈ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്ന സംഭവം കണ്ടോ? ഈ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്ന സംഭവമാണ് വാഗസ് നാഡി. മനുഷ്യനിലെ ഏറ്റവും വലിയ നാഡി ഏതാണ്? വാഗസ് നാഡി. ഈ വാഗസ് നാഡി എന്ന് പറയുമ്പോൾ അതിന് ഓപ്ഷൻ തരുമ്പോ അവർ 10ാം ശിരോനാഡി എന്നായിരിക്കും തരുന്നത്. വാഗസ് നാഡി എന്നുള്ള ഓപ്ഷന് പകരം അവരെന്ത് തരും? ഓപ്ഷൻ 10ാം ശിരോനാഡി എന്ന് തരും. അപ്പോ വാഗസ് നാഡി എന്ന് പറഞ്ഞ് തന്നിരുന്നാലും 10ാം ശിരോനാഡി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നിരുന്നാലും ഉത്തരം ഏത് തന്നെയാണ്? മനുഷ്യനിലെ ഏറ്റവും വലിയ നാഡി, അത് വാഗസ് നാഡി. മനുഷ്യനിലെ ഏറ്റവും വലിയ നാഡി വാഗസ് നാഡി. അപ്പോ ഈ വലിയ നാഡി, വലിയ എന്ന് പറയുമ്പോൾ അവിടെ വാ എന്ന് പറയുന്ന ഒരു അക്ഷരമുണ്ട്. വലിയ എന്ന് പറയുമ്പോൾ വാ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് കണക്ട് ചെയ്യുക. വലിയ നാഡി വാഗസ് നാഡി, 10ാം ശിരോനാഡി. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇനി മനുഷ്യനിലെ ഏറ്റവും ചെറിയ നാഡി എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ട്രോക്ലിയർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ? ഈ ഏറ്റവും താഴെ നോക്കിയാൽ കാണാൻ പറ്റും ട്രോക്ലിയർ നെർവ്. ട്രോക്ലിയർ നെർവ് പത്തറ്റിക് ട്രോക്ലിയർ. മനുഷ്യനിലെ ഏറ്റവും ചെറിയ നാഡിയാണ് പത്തറ്റിക് ട്രോക്ലിയർ. ഓക്കെ, ഈ പത്തറ്റിക് ട്രോക്ലിയറിന്റെ നമ്പറാണ് 4. പത്തറ്റിക് ട്രോക്ലിയർ നമ്പർ 4 ആണ്. അപ്പൊ 4ാം ശിരോനാഡി എന്നും പറയുന്നുണ്ട്. പത്തറ്റിക് ട്രോക്ലിയർ നമ്പർ 4, അതിനെ 4ാം ശിരോനാഡി എന്നും പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ നാഡി എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 4ാം ശിരോനാഡി. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനുഷ്യ ശരീരത്തിൽ ആകെ നാഡികളുടെ എണ്ണം 43 ജോഡി. മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം എത്രയാ? മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം. ഈ വാല്യൂസ് തെറ്റാതെ പഠിക്കണം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അതിനു വേണ്ടി ഞാൻ കാര്യം പറയാം. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളുമാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തില് എന്താണ്? 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളുമാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തില് 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളുമാണ് ഉള്ളത്. അപ്പോ
ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 12 ജോഡി ശിരോനാഡികൾ, 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും. ശിരോനാഡി എന്ന് പറയുമ്പോൾ തലയിലത്, സുഷുമ്ന നാഡി 31. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടും 43. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടും 43. ഓക്കെ, അപ്പൊ നാഡി എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. ഓക്കെ, നാഡി എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളതാന്ന് ചോദിച്ചാൽ ബ്രെയിൻ ആണ് നോക്കാനുള്ളത്. മനസ്സിലായില്ലേ? ബ്രെയിൻ ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. മനസ്സിലായില്ലേ? ബ്രെയിന് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ഫ്രഷ് ആയിട്ട് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോ നിങ്ങളോട് ഇന്ന് ഇപ്പൊ ഇതുവരെ പഠിപ്പിച്ച കംപ്ലീറ്റ് മനസ്സിലാവിടെ? ഇതുവരെ പറഞ്ഞ കംപ്ലീറ്റ് മനസ്സിലാവും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയടേ. എല്ലാവരും പോയ ഇതുവരെ പറഞ്ഞു തന്നാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്ക് വേണോ എന്ത് ഡൗട്ട് വേണോ ചോദിക്കാം. പെട്ടെന്ന് ചോദിക്കടേ. ഓക്കെ ആണോ? പറഞ്ഞോളൂ. ഓക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മള് നേരത്തെ പോളിട്ട് ചോദിക്കും പോലെ പോള് കുറെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും നാളെ രാവിലെ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്തുതരാം. ഇപ്പൊ 10:15 അടുപ്പിച്ച് വേറൊരു ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് വേറെ ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വേറെ ക്ലാസ് ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ശരി എന്നാ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.